بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബിദായത്തുൽ ഹിദായ അതിൻ്റെ രണ്ടാം ഭാഗമല്ലേ? ഒന്നാം ഭാഗം ഇൽമ് ഇബാദാത്ത് കഴിഞ്ഞു. ഇനി കുറ്റകൃത്യങ്ങളെ വർദ്ധിക്കലാണ് ജിത്നാബുൽ മനാഹി മാസിയത്തുകൾ ഒഴിവാക്കലാണ് രണ്ടാം ഭാഗം. അതിൽ ലാഹിറായ അംഗങ്ങളെ കൊണ്ടുള്ള മാസിയത്താണ് ഇപ്പോൾ എണ്ണി വരുന്നത്. അപ്പോൾ ഏതെല്ലാം എണ്ണി? അതിൽ പറഞ്ഞ തർത്തീബല്ലെങ്കിലും 2 കണ്ണ്, 2 കാത്, നാവ്, പിന്നെ ബത്തന്, 2 കൈ, 2 കാല്, പിന്നെ ഫർജ്, ഇതാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ നാവ് കൊണ്ടുള്ള ആഫാത്തുകൾ എത്ര 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞതിൽ 4-മത്തതാണ് ഈ പറയുന്നത്. അതിനേക്കാൾ കുറേ കൂടുതൽ ഹയ്യലെണ്ണിയിട്ടുണ്ട്. ഇതിൽ 30 അത്രേ പറയുന്നുണ്ട്. ചെറിയ ഷോർട്ട് കിതാബാണല്ലോ. അർറാബിഉ അൽ മിറാഉ വൽ ജിദാലു വ മുനാഖശത്തുൻ നാസി ഫിൽ കലാം. അത് ഏകദേശം കാര്യമൊന്നാണ്. മിറാ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം പറയും, അത് സ്ഥിരപ്പെടുത്താൻ പാടുള്ളത് പൊളിച്ചേ പറ്റൂ, അങ്ങനെ ഒരു തരം ഭാഷിക്കാറുണ്ട്. അതങ്ങനെയല്ല, മറ്റേ എങ്ങനെയാണ് വേണ്ടി, അതാണ് മിറാ. അത് ഹക്കായാലും ശരി ബാത്തിലായാലും ശരി പൊളിച്ചേ പറ്റൂന്നാണ്. അങ്ങനെ ചില ആളുണ്ടേ. മുമ്പ് ഞാൻ ഇരട്ടിയിൽ നിൽക്കുമ്പോൾ ഒരാൾ മരിച്ചു. അപ്പോൾ അവരുടെ സംഘടനക്കാർ, ഈ തൊഴിലാളികളെ സംഘടനക്കാരെല്ലാം വന്നിട്ട് മയ്യത്തിനെന്താക്കി തുറന്നിട്ട് മുത്തിയിട്ട് പോകും. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു ഹോജ ചോദിച്ച്, അല്ല സാധ ഈ മുത്തുന്നതിൻ്റെ മസല എന്താന്ന്? ഞാൻ പറഞ്ഞ അന്യ ആണുങ്ങൾ അന്യ പെണ്ണുങ്ങളാണെങ്കിൽ മുത്താൻ പാടില്ല. അല്ലാത്ത പക്ഷം സലാഹിൻ്റെ ഹരികാരം മുത്തൽ സുന്നത്ത് വരെയുണ്ട്, എല്ലാത്താക്കും മുത്തൽ ജായിസാണ്. തെളിവാണെങ്കിൽ മഹല്ലി കിതാബ് എടുത്തു വെച്ചു. അതിന് തെളിവും മഹല്ലി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുത്തി അല്ലേ? അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിയിട്ടുണ്ട്. അപ്പം വലിയാൾ ചെറിയാളെയും മുത്താം, ചെറിയാൾക്ക് വലിയാളെയും മുത്താം. അത് സുജൂദിന് അംഗമാവലാണെന്ന് എല്ലാം എടുത്തു വെച്ച്. ഇയാൾ പറഞ്ഞു ഹറാം, അത് ലഈഫ്. ഞാൻ നബിയിമാമിൻ്റെ മത്തിന, ഇത് മഹല്ലിമാമിൻ്റെ ഷറഹാണ്. ഇതിൻ്റെ ദലീലും തഅലീലും വന്നതിൽ മുത്തഫഖുൻ അലൈഹി ഹദീസ് എല്ലാം ലൈഫ്. ചുരുക്കത്തെ അയാൾക്കാടെ വലിയ ആളാണ്. പക്ഷേ പിറ്റേന്നാളെ വലിയ ആളാകലെ തീർന്ന്. അത് പിന്നെ അത് വിശദീകരിച്ച് പറയണ്ടില്ല. ഇതാണ്. അപ്പോൾ എഴുതിയിട്ടും ഉണ്ടാവില്ല, അച്ചടിച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ കിതാബിലുണ്ടെന്നാണ് പറയാം. മജ്മുഅൽ ബഹ്റൈനിലുണ്ട് അങ്ങനെ കിതാബുണ്ട്. ആരാ ഇതിന്? അതിലെന്താ സബ്ജക്റ്റ്? ഇയാൾ പറയുന്നത് ലൈഫാന്നുള്ളതിലുണ്ട്, ത്വഹഫയിലുണ്ട്. ഞാൻ ത്വഹഫ എടുത്തുകൊണ്ടേ ഞാൻ അതെടുത്തപ്പോൾ അത്വഹഫല്ല, ത്വഹഫത്തുൽ വർദിയിലാണെന്ന്. ത്വഹഫത്തുൽ വർദിയിൽ എന്താ നെഹവും സർഫുമാണ്. അതിലാ ഫിഖ് ഉണ്ടാവില്ലേ? പിന്നെ അപ്പം നിങ്ങൾ കാണാത്ത ത്വഹഫയിലാന്ന്. ആ വീടിനോട് ഇങ്ങനെ കടന്ന് കളിക്കല്. ഇതാണ് മിറാ. മിറായിൻ്റെ തുടർന്നിട്ടുണ്ടാവും ജിദാല് വരും. ജിദാല് എന്ന് പറഞ്ഞാൽ അത് സംസാരക്കുഴപ്പങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊരു കശവീശ. അപ്പം ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകും മുനാകശത്തുന്നാസ് ഉണ്ടാകും. അയാൾ അങ്ങനെ പറഞ്ഞ്, ഇയാൾ ഇങ്ങനെയല്ല, അയാൾ മൊയിലാറല്ല, ഇയാളല്ല. ചുരുക്കത്തിൽ സംസാരത്തിനൊരു കുഴപ്പമുണ്ടായി. അതാ ഫദാലിക. ഇതെന്താണ് പാടില്ല എന്ന് പറഞ്ഞത്? ഫീഹി ഈദാഉൽ ലിൽ മുഖാത്തബി. ആ മുഖാത്തബിനെ ശല്യം ചെയ്യലുണ്ട്. വ തജ്ഹീലുൽ ലഹു. അയാൾ പറഞ്ഞത് അയാൾ വിഡ്ഢിത്തമാണ്, അയാൾക്കൊന്നും അറിയില്ല എന്ന് വരുത്തി തീർക്കലാണ്. തഅനും ഫീഹി. അയാൾ ആക്ഷേപിക്കലുണ്ട്. മാത്രമല്ല അയാളേക്കാൾ ഈ പറയുന്ന ആൾക്കാണ് അറിവ് എന്ന് കാണിക്കല. വഫീഹി സനാഉൻ അലൻ നഫ്സ്. സ്വന്തം നഫ്സിൻ്റെ മേലെ പുകഴ്ത്തലും തസ്കിയത്തുല്ല. എന്താണ്? ബി മസീദിൽ ഫിത്നത്തി വൽ ഇൽമി. അയാളേനാക്കാണ് കൂടുതൽ ബുദ്ധിയുണ്ടെന്നും അയാളേനാക്കാണ് ഇൽമുണ്ടെന്നും അറിയിക്കലല്ലേ. അതാ ഹുവ സുമ്മ ഹുവ മുശവ്വിശുൽ ലിൽ ആയിഷ്. അത് ജീവിതത്തിന് ശല്യം ചെയ്യുന്നൊരു സാധനമാണ്. എന്തുകൊണ്ട്? ലിയന്നക ഇൻ മാറൈത്ത സഫീഹൻ. നീ ഒരു സഫീഹിനെയാണ് എന്താക്കിയത്? നീ വാക്കുകൊണ്ട് തർക്കിച്ചത്.
എന്നാൽ അയാൾ ദേഷ്യം പിടിച്ചിട്ട് എന്താകും കയ്യേറും. അപ്പോൾ അടിയാവും ഇത്. അതല്ല മാറൈത്ത മാറായുമാരി എന്നതിൻ്റെ മാറൈത്ത ഹലീമൻ അല്ല, കുറച്ച് സഹനശക്തിയുള്ള ഒരാളോടാണ് നീ തർക്കിച്ചു നോക്കുക. അയാൾ അപ്പോൾ ഒന്നും പറയൂല. അയാളെ മനസ്സിൽ നിന്നുണ്ടാവും അതാ കലാക്ക വഹക്കതാക്ക അലയിക്ക, നിന്നോട് ദേഷ്യം പിടിക്കുകയും എന്നിട്ടോ നിന്നോട് ഒരു പ്രതികാര ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ സഫീഹും ഹലീമും അല്ലാത്ത ആളുണ്ടാവില്ലല്ലോ. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ. ഈ മിറാ എന്ന സ്വഭാവം ഒരാൾ ഒഴിവാക്കി. എങ്ങനെയായി? അയാൾക്കറിയാം ഞാനീ പറയുന്നത് തെറ്റാന്ന്, ഈ എതിർക്കുന്ന ആക്കെന്നെ അറിയാം തെറ്റാന്ന്. അങ്ങനെ ഒഴിവാക്കിയാൽ അത് ഒഴിവാക്കേണ്ടതാണല്ലോ. ബനല്ലാഹു ലഹു ബൈതൻ ഫി റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ മുറ്റത്ത് അയാൾക്ക് എന്താക്കും? ഒരു വീട് പണിഞ്ഞു കൊടുക്കും. ഇനി ഹക്ക് തന്നെ അയാൾ അത് വേറെ അവസരത്തിൽ അത് തിരുത്താം എന്ന് വെച്ചിട്ട് എന്താക്കാം? അത് വിട്ട്. അത് ഒമൻ തറക്കൽ മിറാ വഹുവ മുഹിക്കുൻ, ഇയാൾ യഥാർത്ഥ പറയുന്ന ആളാണ്. എന്നിട്ടും മിറാജ് ഒഴിവാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫി അലൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ മേലെ തട്ടിലായിരിക്കും അയാൾക്ക് ഒരു വീട് പണിഞ്ഞു കൊടുക്കുക. ബാത്തിലായ ഒഴിവാക്കേണ്ടത് തന്നെയാണല്ലോ, എന്നാലും മുറ്റത്തൊരു സ്വർഗം കിട്ടി. വലായംബഗി അൻ യഖദഅക ശൈത്വാനു, ശൈത്താൻ നിന്നെ ചതിക്കാൻ പാടില്ല. എന്നിട്ടോ വയഖൂലലക, നിന്നോട് പറയും ഹക്ക് നിൻ്റെ അടുത്തല്ലേ, അത് നീ തുറന്ന് പറയണ്ടേ. അതിനെ ജനങ്ങളെ പിടിച്ചിട്ട് അടങ്ങി നിൽക്കുന്നു, ആ സദസ്സിൽ തന്നെ എണീച്ചിട്ട് അങ്ങോട്ട് പറയണ്ടല്ലേ. വലാ തുദാഹിൻ ഫീഹി, അതിന് സോപ്പിടലൊന്നും പറ്റൂല, മുഖം മെരുക്കിയിട്ട് സോപ്പിടലില്ല. എന്തുകൊണ്ടാണ്? ഫൈന ശൈത്വാന അബദൻ യസ്തജിറുൽ ഹംക, ഹംകീങ്ങളെ ശൈത്താൻ എന്താക്കും? കുടുക്കി വലിക്കല് ഇല ഷെറിലേക്ക് ഈ മാനദൽ ഹൈർ അവതരിപ്പിച്ചുകൊണ്ടാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നീ നിന്നത്തെ ഹക്കില്ലേ, ഹക്ക് വെളിപ്പെടുത്തണ്ടേ. ഇപ്പോൾ അവർത്തെ ഉറക്കല്ല സെഞ്ച് പറഞ്ഞാൽ അല്ല ഷഡിയുടെ നിക്കരിക്കാമെന്ന് തവാഫ് ചെയ്യാമെന്ന് കൗലുണ്ട്. ഏത് കിതാബിൽ? ഇന്ന കിതാബിൽ, ഇന്ന ഇമാമിൻ്റെ അടുക്കൽ. അവൻ അടുത്ത ക്ലാസ് നമുക്ക് അങ്ങനെയാക്കാം, തുണിയും കഴിച്ചിട്ട് തവാഫ് ചെയ്യാമെന്ന്. അബൂജഹൽ പണ്ട് യോഗത്തിൽ പാസ്സാക്കിനി എന്തെന്ന്? വസ്ത്രം ഊരിയിട്ട് തവാഫ് ചെയ്യാൻ പാടില്ല. അതിനാക്കാണ് അബൂജഹലിനാക്കാണ് ബുദ്ധിയുള്ള നമ്മളെ ഇമാമിങ്ങൾ. കാബത്തിൻ്റെ ഹവറത്ത് ഒളിവാക്കൽ എന്താന്ന്? മറ്റുള്ള പോലെയാ? അങ്ങനെ കോലുണ്ട് പോലെ. അതുകൊണ്ട് ഫലാത്തക്കും ലുഹക്കത്തല്ലി ഷൈത്വാൻ, ഷൈത്താന് ചിരിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത്. യസ്ഹറുലക്ക, നിന്നെന്താകും? വക്കാറാക്കുന്നുണ്ടാവുന്നു. അത് ഹക്ക് വെളിപ്പെടുത്തണം, ശരിയാന്ന്. ഇൽഹാറുൽ ഹക്ക് ഹസനുൻ, ഹക്ക് വെളിപ്പെടുത്തൽ നല്ലത് തന്നെ, പക്ഷെ അതിന് ചില ശൈലിയുണ്ടെന്നാണ്. ആരോട്? മഅമൻ യഖ്ബലു മിൻക, നിൻ്റെ വക്കെന്ന് സ്വീകരിക്കുന്ന ആളോട് എന്താക്കണത്? അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. വിഷയം കഴിഞ്ഞ്. വദാലിക, അതെങ്ങനെ പറയണം? ബി തരീഖിൻ നസീഹത്തി ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ നസീഹത്തിൻ്റെ ഹഖീഖ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ മനസ്സിലും നസീഹത്തെ കരുതാൻ പാടുള്ളൂ. ഇവനിക്ക് വിവരം ഉണ്ട് എന്നും എനിക്ക് അതിനേക്കാണ് വിവരം ഉണ്ടെന്നും തെളിയിക്കുന്നതാകാൻ പാടില്ല. ലാ ബി തരീഖൽ മുമാറാത്തി, ഇതാ മുമാറാത്ത്, ഇത് മാറായുമാരി എന്നതിൻ്റെ മസ്തറാന്നത്. ഈ മുമാറാത്തിൻ്റെ തരീഖൽ കൂടി ആകാൻ പാടില്ല. എന്നെ ഒരു ഷറഹുണ്ട്. അൻ നസീഹത്തു, ഈ നസീഹത്തുണ്ടല്ലോ, ഈ പറഞ്ഞു കൊടുക്കലേ, തകൂനു വാജിബത്തൻ ഇദാ ഗലബ അലല്ലി ഖബൂലുഹ, അത് മറ്റോർ സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് ഭാവനയുണ്ടെങ്കിൽ അത് വാജിബാകും. വ തകൂനു ജായിസത്തൻ ഇദ തബഹുമിഹി, സ്വീകരിക്കാൻ ഒരു വഹുമേ ഉള്ളൂ എന്നാൽ ജായിസുമാണ്. ചിലപ്പോൾ അത് പാടില്ല, മറ്റോന് അതിനേക്കാണ് ഇങ്ങോട്ട് എതിർക്കും. എതിർത്ത് എന്താക്കും? ചിലപ്പോൾ ഹലാൽ പോയിട്ട് ഹറാം പോയിട്ട് ഹലാൽ വരെയായി മാറും. അത് ഇന്ന് സഹസമായി നടക്കുന്നതാണ്. അതാ വലിൻ നസീഹത്തി സീഹത്തുൻ വഹൈഅത്തുൻ, നസീഹത്തിന് ചില വചനങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ശൈലിയുമുണ്ട്. വയുഹത്താജു ഫിഹില തലത്തുഫി എന്ന് പറഞ്ഞാൽ മറ്റൊച്ചപ്പാടും ബഹളമൊന്നും ആക്കാതെ വലിയ തലത്തഫ് എന്ന് പറഞ്ഞില്ലേ, ആ ലുത്തഫ്, അതായത് നയത്തോടുകൂടി മയത്തോടുകൂടി പറയലേ, അങ്ങനെ ഒരു ശൈലിയുണ്ട്. അത് ഒച്ചടിച്ചിട്ട് ബഹളം വെച്ചുകൊണ്ട് കൊണ്ട് കാര്യമില്ല. വ ഇല്ല, അങ്ങനെ ആവാത്ത പക്ഷം സാറത്ത്, ഈ നിങ്ങളെ നസീഹത്ത് എന്താകും? ഫലീഹത്തായിട്ട് മാറും. നസീഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഫലീഹത്തായി മാറും. മറ്റൊരിക്കുണ്ടാവില്ല കുറേ ആൾ. വക്കാന ഫസാദുഹ, അപ്പോൾ ഈ
അതിൻ്റെ ഫസാദ് എന്തായി? അക്കസറ മിൻ സലാഹിഹ, നിങ്ങൾ വിചാരിക്കുന്ന ഗുണത്തിനാക്കാണ് ഏറെന്തായി ഫസാദ് സംഭവിച്ചു. എന്നതാ പറയുന്നത്? വമൻ ഖാലത മുതഫഖിഹത്തൽ അസ്ർ, അക്കാലത്തുള്ള പഠിച്ച ജാഹിര്യങ്ങളുണ്ട്. വേറെ ശൈലി പറഞ്ഞാൽ ഇത് വന്നണ്ട, അക്കാലത്തുള്ള പഠിച്ച ജാഹിര്യങ്ങൾ ഏത് 1000 കൊല്ലം മുമ്പാണ് പറയുന്നത്. അപ്പോൾ ഇക്കാലത്തോ? അപ്പോൾ ഈ കാലത്ത് നടക്കുന്നത് അന്ന് ഖശ്ബ് കൊണ്ട് പറഞ്ഞതാ തോന്നും. ഗലബ അല തബഇഹിൽ മിറാ, അവൻ്റെ പ്രകൃതിയിൽ തന്നെ ഈ മിറാ എന്ന് പറഞ്ഞ സ്വഭാവം എന്തായി? ഊട്ടപ്പെട്ടു പോയിട്ടുണ്ട്. വഅസുറ അലൈഹി സ്വംതു, മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയൂല അപ്പം തന്നെ. അങ്ങനെയല്ല ഇങ്ങനെയല്ല. അതാ ഇദാ അൽഖാ ഇലൈഹിമുൽ ഉലമാ ഉസ്സൂ, ഇദ് അൽഖാ ഇലൈഹിമുൽ ഉലമാ ഉസ്സൂ എന്ന് പറഞ്ഞ പഠിച്ച ജാഹിലിയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാം. അവർ എന്താ കിട്ടുകൊടുത്ത് അന്നദാലിക വൽ ഫാദിൽ, അത് വലിയൊരു മഹത്വമാണ്. സദസ്സിൽ കണ്ട തന്നെ അയാളെ പറിച്ചു കീറിയിട്ട് എന്താക്കും? അങ്ങ് തുറന്ന് പറഞ്ഞു കളിയൊന്നു. അത് ഫദിലാണ്. വാന്നൽ ഖുദ്റത അലൽ മുജാദലത്തി വൽ മുനാഖശത്തി, ഈ മുജാദല ചെയ്യാനും മറ്റോനെ കീറിപ്പൊളിക്കാനുള്ള ഖുദ്റത്ത് ഹുവല്ലദി യുംതദഹു ബിഹി, അത് സ്തുതിക്കപ്പെടേണ്ടുന്ന സ്തുത്യർഹമായ കാര്യമാണെന്ന് വരെ. അതുകൊണ്ട് ഫഫിറ മിൻഹും, ഇത്തരത്തിലുള്ള പഠിച്ച ജാഹിലിയങ്ങളെ തൊട്ടിട്ട് നീ ഓടിക്കോ. ഫിറാറക മിനൽ അസദ്, സിംഹത്തിനെ കണ്ടാൽ നീ എപ്രകാരം ഓടുന്നു അതുപോലെ അക്കൂട്ടത്തൊന്നും കൂടെ ഉണ്ടാകും. അതാ വഅലം അന്നൽ മിറാഅ സബബുൽ മഖത്തി ഇൻദല്ലാഹി വ ഇൻദൽ ഖൽഖി, പടപ്പുകൾ അടുക്കലാവട്ടെ അള്ളാഹിൻ്റെ അടുക്കലാവട്ടെ അത് കോപിക്കാനുള്ള കാരണമായി മാറും. അതുകൊണ്ട് അതിന് പ്രത്യേക ശൈലി അറിയില്ലെങ്കിൽ മിണ്ടാതെ നിൽക്കാം. ഫായിൽ മജ്റൂറാക്കി വായിച്ചാൽ അങ്ങനെ വായിച്ചോട്ടെ എന്നൊക്കെ തന്നെ. ഫായന് അവിടെ റഫാണ് മണ്ട് അൽഫിൻ്റെ ബൈത്തല്ലഞ്ചിൽ തുടങ്ങിയാൽ മറ്റവൻ എന്താക്കും? അത് അങ്ങനെ ആക്കിയിട്ട് വരും. അപ്പോൾ ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അത് അൽ ഖാമിസു തസ്കിയത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഉൽപ്പന്നം അവരുണ്ടാക്കുന്ന അതിന് കുറേ മഹത്വം പറഞ്ഞിട്ടുണ്ടാക്കുക. ഇതൊന്നും പറഞ്ഞാൽ മറ്റുള്ള ആളെല്ലാം മായം ചേർത്ത് കൂട്ടനാണ്, ഇത് മായം ചേർക്കാത്തതെന്ന്, അങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ജനങ്ങളെ അമിതമായി പുകഴ്ത്തലേ. അതാ ഫഖദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തുസക്കൂ അൻഫുസക്കും. ഏത് തസ്കിയത്താണ്? ഈ പൊങ്ങച്ചം. ഹുവ അഅലമു ബിമൻ ഇത്തഖ, കൂടുതൽ തഖ്വ ചെയ്തവർ ആരാണോ അവരെ പറ്റി അല്ലാഹു തആല അറിയില്ല, നിങ്ങളറിയില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾ തഖ്വയുള്ള ആളാണെന്ന്. ചിലപ്പോൾ അല്ലാഹുവിൻ്റെ അടുക്കലെത്തി ഒന്നും ഉണ്ടാവില്ല. അതാ വഖീല ലി ബഅദിൽ ഹുക്കമാ, ബഅദുൽ ഹുക്കമാനോട് ചോദിക്കപ്പെട്ട് മസ് സിദ്ഖുൽ ഖബീഹു, സിദ്ഖാണ് പക്ഷെ മോശമാണ്. സിദ്ഖ് നല്ലതല്ലേ? ആ സിദ്ഖും തന്നെയാണ് പക്ഷെ മോശമാണ്. എന്തുകൊണ്ട്? ഇവൻ പറഞ്ഞത് ഒരു പക്ഷേ യാഥാർത്ഥ്യമായിരിക്കും, പക്ഷേ മോശമായതെന്തുകൊണ്ട്? തസ്കിയത്തായതുകൊണ്ട്. അതാ ഫഖാല, അപ്പം പറഞ്ഞത് സനാ ഉൽ മർഇ അലാ നഫ്സിഹീൻ, ഒരു മനുഷ്യൻ അവനവൻ്റെ പൊസിഷനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒന്ന് ശറഹ് എടുക്കണം. ഏലം അന്ന വിക്ര മഹാസനിഹി ലർബാനി, ഒരു മനുഷ്യൻ അവൻ്റെ മഹാസനികൾ പറയൽ 2 തരത്തിലുണ്ട്. ഒന്ന് മദ്മൂമുണ്ട്, മറ്റൊന്ന് മഹബൂബുണ്ട്. ഏതാ മദ്മൂമ്? ആക്ഷേപാർഹം. മഹബൂബോ? അപ്പോൾ ഫൽ മദ്മൂമോ അൻയദ്കുറഹു ലിൽ ഇഫ്തിഖാർ, മറ്റുള്ള ആളെ മുമ്പിൽ ഫഖർ കാണിക്കാൻ വേണ്ടിയിട്ട് പറയലാണ് ഇത് മദ്മൂം. മാത്രമല്ല വൈദ്ഹാറുൽ ഇർത്തിഫാ, മറ്റുള്ള ആൾ താണതും ഇവൻ ഉന്നതനാണും എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. തമയ്യുസു അലൽ അഖ്റാൻ, എന്നിട്ട് വേണം സമകാലികന്മാരായ കൂട്ടുകാരിൽ നിന്ന് ഇവനിക്കൊരു വേറെ ഒരു സ്പെഷ്യൽ ഒരു ഗ്രേഡ് കിട്ടാൻ. വശിബിഹദാലിക്ക, അതുപോലത്തത് ഏത്? മദ്മൂം. വൽ മഹബൂബ് ഏതാണ്? അയ്യകൂന ഫീഹി മസ്ലഹത്തുൻ ദീനിയ, ദീനിയായൊരു മസ്ലഹത്ത് ആ പറച്ചിലുണ്ടാവുക. വദാലിക, അതെങ്ങനെ? ബി അയ്യകൂന ആമിറൻ ബി മഅറൂഫിൻ ഔ നാഹിയൻ അൻ മുൻകർ, മഅറൂഫായ ഒരു കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കപ്പെട്ട ഒരു കാര്യം വിരോധിക്കുകയോ, അല്ലെങ്കിൽ നുസ്ഹോ, അല്ലെങ്കിൽ ഒരു മസ്ലഹത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഔ മുഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുഅല്ലിമാവുക, അല്ലെങ്കിൽ മുഅദ്ദിബാവുക, അല്ല വാഹിദാകും മുദക്കിർ, അല്ലെങ്കിൽ രണ്ടാളിടയിൽ എന്തുണ്ട്? സുൽഹുണ്ടാക്കുന്നതാണ്. ഔ യദ്ഫഉൻ നഫ്സിഹി ഷർറൻ, അല്ല ഇവൻ്റെ നഫ്സിനെ തൊട്ട് ഷർറ് തടുക്കുന്ന ആൾ. അപ്പോൾ അവിടെ എന്താക്കും? ഫയദ്കുറു മഹാസിനഹു, അവനിലുള്ള മഹാസിൻ പറയണം. നാബിയം ബിദാലിക്, അതുകൊണ്ട് കരുതേണ്ടത് അയ്യകൂന ഹാദ അഖറബ, അതാ അമിൻ ഇലാ കബൂലി കൗലി, ഇവൻ്റെ കൗല് സ്വീകരിക്കപ്പെടാൻ അഖറബാവും. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ഹദീസിൻ്റെ കിതാബൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്.
അപ്പം ഞാൻ ഹദീസിൻ്റെ കിതാബിൽ നോക്കി തഞ്ഞ ആളാണ് എന്ന് വരുത്തലല്ല, അവനിക്കൊരു ദലീൽ പറയും പോലെ അപ്പം അദ്ദേഹത്തിന് കബൂൽ ചെയ്യാൻ വാറ്റി ആദ്യമായി ദുഃഖുറുഹു, അല്ലെങ്കിൽ ഔ അന്ന ഹാദൽ കലാമുല്ലദി യഖൂലുഹു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ കലാമ് ലാ തജിദൂനഹു ഇൻദ ഗൈരി, ധാരാളം വെക്കുന്ന കേൾക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറയും. അതുകൊണ്ട് ഫഹ്തഫിദൂ ബിഹി, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറയുന്ന ഈ ശൈലി എന്താണ്, നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ മഹബൂബാണ്. ഇനി ഫഇയ്യാക അൻ തതഅവ്വദ ദാലിക്, ഇത് ശീലമാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ പോരിശ, ഈ മഹത്വം പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ആൾ പോരിശ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണ്ട. മനസ്സിലില്ല, അതാ പറയുന്നത്. അന്നദാലിക യൻഖുസു മിൻ ഖദരിക ഇൻദന്നാസ്, ജനങ്ങളുടെ അടുക്കൽ നിൻ്റെ ഖദർ കുറക്കുകയാണ് ചെയ്യുക. വജൂജിബ് മക്കത്തക്ക ഇൻദല്ലാഹി അസ്സ വജല്ല, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നോടുള്ള കോപത്തിനെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. വഇൻ അറത്ത അൻ താരിഫ അന്ന സനാഅക അലാ നഫ്സിക, നിൻ്റെ നഫ്സിലേക്ക് നീ തന്നെ മദ്ഹ് പറഞ്ഞത് ലാ യസീദു, അത് കൂട്ടൂല, അത് വിടറ ഫീ ഖദരിക, നിൻ്റെ ഖദറിൽ വർദ്ധിപ്പിക്കൂല, ഇന്ത കൈരിക്ക, മറ്റുള്ളവരുടെ അടുക്കൽ വർദ്ധിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ വേറൊരാളെ നിന്നോട് പോരിച്ച പറഞ്ഞാൽ നിൻ്റെ അടുക്കൽ അയാളെ ഖദർ വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ഫുലാൻ വന്നിട്ട് അയാളെ പോരിച്ച ഞാൻ അങ്ങനത്തെ ആൾ, ഞാൻ ഇങ്ങനത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അടുക്കൽ അത് വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ പറഞ്ഞാൽ അയാളുടെ അടുക്കലും വർദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫൻദുർ ഇല അഖ്റാനിക, നിൻ്റെ സുഹൃത്തുക്കളിലേക്ക് നോക്ക്. ഇദാ അസ്നൗ അലാ അൻഫുസിഹിം, അവർ അവരെ തന്നെ പുകഴ്ത്തി, ബിൽ ഫദ്ലി വൽ ജാഹി വൽ മാലി, പണം കൊണ്ടും ജാഹ് കൊണ്ടും, ഞാനിവിടുത്തെ വലിയ ആളാന്ന്, ഞാനിവിടുത്തെ അങ്ങനത്തെ ആളാന്ന്, ഞാൻ ഇങ്ങനത്തെ ആളാന്നെല്ലാം പറഞ്ഞിട്ട് ഫദ്ല് കൊണ്ട് പറഞ്ഞാൽ കൈഫ യസ്തൻകിറുഹു ഖൽബുക്, നിൻ്റെ കൽബ് എത്രത്തോളം അത് ഇഷ്ടപ്പെടും, എത്രത്തോളം വെറുക്കുന്നുണ്ട് നോക്ക്. വയസ്തസ്കിലുഹു തബഅക, നിൻ്റെ പ്രകൃതി അത് ഭാരമായി തോന്നി, ഇയാളത് പോയി കിട്ടിയാൽ മതി, നിർത്തി കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഫകൈഫ തദുമ്മുഹും അലൈഹി ഇദാ ഫാറഖതഹും, അയാൾ പിരിഞ്ഞതിന് ശേഷം അത് നീ വിമർശിക്കാൻ വിധേയമാക്കുന്നില്ലേ? കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഫഅലം, അത് തിരിച്ചുകൊണ്ട് എന്ന് വിചാരിക്കുക. അന്നഹും ഐലൻ, അവരും ഫീ ഹാലി തസ്കിയതിക നഫ്സക, നഫ്സക്കാന്നാ വേണ്ടി, അല്ലാതെ ഹർക്കത്ത് നോക്കണ്ട. നിൻ്റെ നഫ്സിനെ നീ തസ്കിയത്താക്കി പറഞ്ഞ യദുമ്മൂനക ബിഖുലൂബിഹിം, ഓറ കൽബ് കൊണ്ടെന്താക്കും, അത് ആക്ഷേപിക്കുന്നുണ്ട്. വയുദ്ഹിറൂനഹു ബി അൽസിനി ഇദാ ഫാറഖത, നീ സദസ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും, അത് തുറന്ന് പറയുന്നുണ്ടാകും. എൻ്റെ ചെറുപടുത്തോ അതാ വയസ്തൽഹിറൂനഹു, അത് ലാഹിറാക്കുന്നുണ്ട് തന്നെ. അത് മറ്റൊരു വിവാദത്താണ്. ഇനി ഇനി അതായത് യുദ്ഹിറൂനഹൂൻ്റെ സ്ഥാനത്ത് യസ്തൽഹിറൂനഹു എന്നുണ്ട്. അസാദിസു, ആറാമത്തെ കാര്യം അൽ ലഅനു, ശപിക്കലാണ്. ലഅനത്ത് പറയൽ. ഫയ്യാക, നീ സൂക്ഷിക്കണം, അൻ തൽഅന ശൈഅൻ, ഒരു വസ്തുവിനെ ശപിക്കൽ. മിമ്മാ ഖലഖല്ലാഹു തആല, അല്ലാഹു തആല പടച്ച വസ്തുക്കളിൽ, മിൻ ഹയവാനിൻ, അത് ഹയവാനാവട്ടെ, ഔ തആമിൻ, ഭക്ഷണമാവട്ടെ, ഔ ഇൻസാൻ ബിയനെ, അല്ല ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇൻസാനാവട്ടെ. അതെന്തിനാ ബിഐനിഹി എന്ന് പറയുന്നത്? ലാനത്തുല്ലാഹി അൽ കാദിബിനൊക്കെ ഖുർആനില്ലേ? അത് ഒഴിവാക്കാനാണ്. അതാ രണ്ടു പറയുന്നതാ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു മുഅ്മിനായ മനുഷ്യനെ ശപിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ്. വഖാല സല്ലല്ലാഹു അലൈഹി ലാ യംബഗി ലിസിദ്ദീഖ അൻ യകൂന ലആനൻ, ഒരു സിദ്ദീഖായ ഒരാൾക്ക് ലആനാവലി എന്നും കൂടി യോജിക്കൂല എന്ന്. ശപിക്കുന്നവനാവലി, എന്ത് തൊട്ടതിനടുത്തിന് പിരാകലി, ലഅനത്ത്. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഒരു തരം തരീക്കത്തുകാർ, മുആവിയ തങ്ങൾ ലഅനത്ത് ചെയ്താലേ അവരുടെ തരീക്കത്ത് പൂർത്തിയാവുള്ളൂ. എന്താണ്? ഓർക്ക് അലിയാർ തങ്ങളോടും ഫാത്തിമ ബീവിയോടും ഭയങ്കര പിരിച്ചാണ് അത്രേ, മറ്റുള്ളവർക്ക് പിരിച്ചില്ല. അപ്പോൾ അലിയാർ തങ്ങൾക്കെതിരെ മുആവിയ ഭരണം ഏറ്റെടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രഹസ്യമായിട്ട് മുആവിയനെ കുറ്റം പറയില്ല. സർഹന്ദി ഇമാമ മക്തൂബാത്തിൽ 400 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ചില തരീക്കത്തുകാരുണ്ടെന്ന്. ഇപ്പം നാട്ടിൽ ഇറങ്ങേറിയിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങായിട്ടാണ്. അവിടുത്തെ പത്രവും ഇല്ല, മൊബൈലും ഇല്ല, ഞാൻ ഒന്നും തിരിയില്ല. പക്ഷേ അത് കേട്ടോ നോക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അനിയത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടോ?
വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബി അഹ്ലിൻ, ഒരാൾ ഒന്നിനെ ലഅനത്ത് ചെയ്ത് അയാളാണെങ്കിലോ ലഅനത്ത് ചെയ്യപ്പെടാൻ അർഹനല്ല, എന്നാൽ റജഅത്തിൽ ലഅനത്തു അലൈഹി, ആ ലഅനത്ത് ഇവരിലേക്ക് തിരിച്ചു വരുമെന്നാണ്. അത് ഓൻ തന്നെ ലഅനുൽ മുഅ്മിനി കഖത്ലിഹി എന്ന് പറഞ്ഞില്ലേ ഹദീസ്. കൊല്ലും പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ ഇസ്മിലി അതാ ഫിൽ ഇസ്മി ഹാദാ ഹുവൽ അദ്ഹറു, അങ്ങനെയാണ് അതിൻ്റെ വ്യക്തമായ അർത്ഥം. കമാ ദക്കറഹു അൽ ഇമാം നവവി തങ്ങൾ ഫി ശറഹ് മുസ്ലിമിൽ പറഞ്ഞത്. ഇനിയർത്ഥം ആവു തഖ്തഅ ഷഹാദതക, അല്ലെങ്കിലോ നീ തീർത്ത് സാക്ഷ്യം വഹിക്കുക അലാ അഹദീൻ, ഒരാൾക്കെതിരെ. അത് മിൻ അഹ്ലിൽ ഖിബല, ഖിബലൻ്റെ അഹ്ല് കാരണം മുസ്ലിമീങ്ങളായി നടക്കുന്ന ഷിർക്ക് കൊണ്ട്. ഇപ്പോൾ പുതുനേശക്കാരോ പറഞ്ഞില്ല എല്ലാവരും മുശ്രിക്കാണ്, ഒരർത്ഥം തിന്നാൻ പാടില്ലെന്നല്ലേ പറയുന്നില്ല. ആവ് കൂഫിറിൻ്റെ എല്ലാം കാഫറായിട്ടുണ്ട്, ആവ് നിഫാഖിൻ്റെ എല്ലാം മറ്റോ മുനാഫിക്കായിട്ടുണ്ട് എന്നെന്താക്കുക തീർത്ത് പറയൽ. കാരണം ഫൈനൽ മുത്തലിഅ അല സറായിരി ഹുവല്ലാഹു തആല, രഹസ്യത്തിൻ്റെ ഉള്ളിൽ അറിയുന്നവൻ അള്ളാഹു അല്ലേ. അതുകൊണ്ട് അള്ളാഹു അറിയുന്ന കാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? ഫലാ തദ്ഖുൽ ബൈനൽ ഇബാദി വ ബൈനല്ലാഹി അസ്സ വജല്ല, അടിമകളുടെയും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ഇത് വിഷയത്തിൽ നീ കൈകടത്തണ്ട. വഅലം അന്നക യൗമൽ ഖിയാമത്തി, ഖിയാമന്നാളിൽ ലാ യുഖാലു ലക, നിന്നോട് അള്ളാഹ് പറയൂല ലിമ ലം തഅലൻ ഫുലാന, ഫുലാനിന് എന്തുകൊണ്ട് നീ ശപിച്ചില്ല എന്ന് അള്ളാഹ് ചോദിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ട് എന്തുകൊണ്ട് സലാത്ത് ചൊല്ലിയില്ല എന്ന് ചോദിക്കാം. ഇബ്ലീസിന് എന്തുകൊണ്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറയാൻ കൽപ്പനയില്ലല്ലോ. ആ ഉലിമ സക്കത്ത അൻഹു, അല്ലെങ്കിൽ നീ എന്താ ലഅനത്തൊന്നും പറയാതെ മിണ്ടാതിരുന്നത്, ലഅനത്തുല്ലാഹ് എന്ന് പറയണ്ടേ. മല്ലൗലം തൽഅൻ ഇബ്ലീസ തൂല ഉംരിക, നിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും എന്താക്കിയിട്ടില്ല ഇബ്ലീസിനെ ലഅനത്ത് പറഞ്ഞിട്ടില്ല. വലം തശ്ഗൽ ലിസാനക ബിദിക്രി, ഇബ്ലീസിൻ്റെ പേരേ പറഞ്ഞില്ല എന്നൊക്കെ. എന്നാലും ലം തുസ്അൽ അൻഹു, അതിനെപ്പറ്റി എന്നോട് ചോദ്യമില്ല. വൈദാ ലഅൻത അഹദൻ, ഒരാളെ നീ ലഅനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തോലിബത്ത ബിഹി, അതിൻ്റെ കാര്യകാരണം പറഞ്ഞു തരണം. ഓ സുഇൽ താനു, അതിനെപ്പറ്റി അല്ലാഹു തആല ചോദിക്കും. വലാ തറുമ്മന്ന ശൈഅൻ മിൻ ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ പടപ്പുകളിൽപ്പെട്ട ഒന്നിനെയും നീ കുറ്റപ്പെടുത്തി പറയണ്ട. ഫഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദുമ്മു തആമ റദിയ, താണ ഭക്ഷണം ചിലപ്പോൾ പഴകിയിട്ട് പൊളിച്ചിട്ടെല്ലാം ഉണ്ടാകും, അന്ന് പൊളിച്ചൊന്നുമില്ലല്ലോ. എന്നാലും കത്തു താങ്കളൊന്നിനെയും അത് പൊടി മണക്കുന്നുണ്ട് അല്ല അതുണ്ട് ഇതുണ്ട് നിന്ന് വിമർശിക്കൂല. വക്കാന ഇദസ്തഹ ഷൈഅൻ അകലഹു, തങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അത് ഭക്ഷിക്കും, വയില്ല തറക്കും, അല്ലെങ്കിൽ വേണ്ട നോക്കും. അതിന് ആക്ഷേപം പറഞ്ഞില്ല. എന്താ അതിന് ഷറഹില്ലല്ലിന് ഉണ്ട്. ആ അടുത്ത് പിന്നെ അസ്സാബിയു, ഏഴാമത്തേത്. ഇതിൻ്റെ അത് ഒന്നിച്ചു ഒറ്റ ഹദീസിൽ വന്നതുകൊണ്ടല്ലേ. അസ്സാബിഉ, ഏഴാമത്തേത് അദ്ദുആഉ അലൽ ഖൽഖി, പടപ്പുകൾക്കെതിരെ കേടായി ദ്വാരക്കലാണ്. അത് ഇഹ്ഫദ് ലിസാനക അനിദ്ദുആഇ അലാ അഹദിൻ മിൻ ഖൽഖില്ലാഹി തആല വ ഇൻ ലലമക്. ഇനി പറയുന്നത് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽപ്പെട്ട ഒരാൾക്കെതിരെ ദ്വാരക്കലിനെ തൊട്ട് നിൻ്റെ നാവ് കാക്കണം. ഒരു പക്ഷേ അവൻ നിന്നെ ദുൽമ ചെയ്തിട്ടുണ്ടാവാം, എന്നാലും വക്കീൽ അത് ബൈക്കൂപ്പ വക്കീൽ അംറഹു ഇലല്ലാഹി തആല, ആ കാര്യം അല്ലാഹു തആല കൽപ്പിച്ചേ. ഫഫിൽ ഹദീസിലുണ്ട് ഇന്നൽ മദ്ലൂമ ലയദുഉ അലാ ളാലിമിഹി, മദ്ലൂമായ വ്യക്തി എന്താക്കും ളാലിമിനെതിരെ ദ്വാരക്കും. പക്ഷേ ദ്വാരുന്നത് കുറച്ച് കവിഞ്ഞു പോയെങ്കിൽ ഇവൻ ളാലിമാവും. ഫആഖിബത്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബത്തും, തത്തുല്യമായിട്ടാവണം എന്നല്ലേ. മറ്റവൻ്റെ ദുൽമിൻ്റെ കണക്കിനനുസരിച്ച് ഇവിടുന്ന് അളന്ന് മുറിച്ച് കൊടുക്കാൻ കഴിയുമോ? ഏത് അട് അതെ അതെ ലാലിമിനെതിരെ. പക്ഷേ ഈ ലാലിമിന് നിങ്ങൾ കൊടുത്തത് കൂടിപ്പോയെങ്കിലോ? അതല്ലേ ഫഖീൽ അംറഹു എന്ന് പറഞ്ഞേ. ഹത്താ യുകാഫിയഹു, തുല്യമായിട്ട് കൊടുക്കുന്നത് വരെ. സുമ്മ യബ്ഖാ ലിൽ ഫദ്ലുൻ ഇന്ദ, പിന്നെ ലാലിമിന് അവകാശം ഉണ്ടാവും. നിങ്ങൾ കൊടുത്തത് അന്ന് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ലാലിമിന് യുതാലിബുഹു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന് അല്ലാഹു തആല ചോദിക്കും. വതവ്വല ബഅദുന്നാസ് ലിസാനഹു ഫിൽ ഹജ്ജാജ്, ഹജ്ജാജ് ഒരു ഭരണാധിപനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ വല്ലാണ്ട് നീട്ടി പറഞ്ഞു കുറ്റപ്പെടുത്തിയിട്ട്.
ഫഖാല ലഹു ബഅദു സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞ് ഇന്നല്ലാഹ ലയന്തഖിമുലിൽ ഹജ്ജാജ്, ഹജ്ജാജിന് വേണ്ടി അല്ലാഹു തആല നടപടി എടുക്കും ഈ പറഞ്ഞ വ്യക്തിയോട്. എന്തുകൊണ്ട്? മിമ്മൻ തഅറദ ലഹു ബിലിസാനിഹി, നാവ് കൊണ്ട് ഹജ്ജാജിനെ കുറ്റപ്പെടുത്തിയില്ലേ, അയാളെ വക്കൽ നിന്നെന്താക്കും, ഹജ്ജാജിൻ്റെ അനുകൂലമായിട്ട് അല്ലാഹു തആല പ്രതിഫലം എടുക്കും. ഏതുപോലെ നീ ഇപ്പം എന്താക്കി, കമാ യന്തഖിമു മിനൽ ഹജ്ജാജി ലിമൻ ദലമഹു, ഹജ്ജാജ് കുറേയാൾ ആക്രമിച്ച വകയിൽ എന്താക്കി നാവ് കൊണ്ട് ഇതുപോലെ എന്താക്കും, ഹജ്ജാജ് ഒരു പ്രതിയായി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇനി പറയുന്നത് അത് ഷറഹ് പറയുന്നത് വയജൂസു ദുആഉ അലാ മൻ ദലമഹു ഔ ദലമ ഗൈറഹു, അവനെ ദുൽമ ചെയ്യുകയോ മറ്റൊരാളെ ദുൽമ ചെയ്തുകൊണ്ട് അവർക്ക് ദ്വാരക്കൽ ജായിസാണ്. ഖാലൽ ഇമാമു നവവി റളിയല്ലാഹു അൻഹു പറയുന്നു വഅലാ മൻ ഖാലഫൽ ഹുക്മ ശറഇയ്യ, ശറഇയ്യായ ഹുക്മിനെ അംഗീകരിക്കാത്ത ഒരാൾക്കെതിരെയും. അങ്ങനെ ചില സഹാബികൾ ദ്വാരന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിനല്ലേ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞേ, അവർക്ക് ഇമാമത്തൊക്കെ ഫാത്തിഹ പോലും അറിയില്ല, അയാൾ നീതിയോടെ ഭരിക്കൂല, അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ മൂപ്പറ പറഞ്ഞ് ഇനി ഇത് ഞാൻ 3 ദ്വാ വരക്കാതെ എനിക്ക് കഴിയുള്ളൂ. എന്നിട്ട് അയാളെ കൊണ്ട് വായുന്നില്ലേ, റിയാദുസ് സാലിഹീനുണ്ട് ഹദീസ് ഇതാ. പക്ഷേ കുൽത്തു തർക്കു ദുആഇ അലാ മൻ ദലമു ഔല ജായിസാണെന്ന് പറഞ്ഞാൽ കുൽത്തു വരാമെന്ന് ഇമാം നവവി തങ്ങളെ പറ്റി പറയുന്നു. ആദ്യം ജായിസാണെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദഅ അലാ മൻ ദലമഹു ഫഖദ് ഇൻതസറ, ളാലിമിനെതിരെ ഒരാൾ ദ്വാരന്നാൽ അവനെന്താക്കി പ്രതികാരം എടുത്തല്ലോ, ഇനിയിപ്പം അതൊന്നും ചെയ്യേണ്ടില്ലല്ലോ, അവൻ തന്നെ കാര്യം കഴിച്ചാൽ പ്രതികാരം എടുത്തു കഴിഞ്ഞില്ലേ. ഖുൽതു വശബീഹും ബിൽ ലഅനി, ലഅനിന് തുല്യമാണ് ഖൗലുക ഖാതലഹുല്ലാഹ് എന്നൊക്കെ പറയല്ലേ, ഖാതലഹുല്ലാഹ് എന്നൊക്കെ പറയുന്നത് ഖുർആനല്ലേ, അത് ലഅനിന് തുല്യമാണ്. വനഹവി. ഇനി വമിൻ ഹാദൽ ഫന്നി ദുആഉ അലൻ നഫ്സി വൽ അഹ്ലി വൽ മാൽ, സ്വന്തം നഫ്സിനെതിരെ കുടുംബത്തിനെതിരെ മാലിനെതിരെ ദ്വാരക്കൽ എന്താണ് ഈ ഫന്നിൽപ്പെട്ടത്. ചിലപ്പോൾ അതങ്ങനെ കൊണ്ട അതുപോലെ തന്നെ കേട്ടാവും. ഇദാ ഖറജ ദുആ മിൻ ജിദ്ദിൻ, അത് അവൻ്റെ മനസ്സറിഞ്ഞു കൊണ്ടുള്ള ദുആയാണെങ്കിൽ. ഇനി അമ്മ ഇദാ സബഖ അലൽ ലിസാനി മിൻ ഗൈരി ഖൽബിൻ, കൽബിലില്ലാതെ കണ്ട് നാവുമെന്ന് മാത്രം പറയുന്നൊന്നുണ്ടാവും. നഫർജബ അന്നഹു മിനൽ ലഗബി, അത് ലഗബിൽ പെടും എന്നാണ് ആഗ്രഹിക്കുന്നത്. അതാ അല്ലദീ ലാ യുഅഖിദുല്ലാഹു ബിഹി, അതുകൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് ബാക്കിയെടുക്കും മത്തിന് അത് ഒത്തു വന്നാൽ അതുപോലെ അങ്ങ് പോലും. അപ്പോൾ അയാൾ തന്നെ എന്തുണ്ടാക്കി, അതിന് വകുപ്പുണ്ടാക്കി, അത് കഴിഞ്ഞില്ലേ. അസാമിനു, 8ാമത്തേത്, എന്നാൽ അതോടുകൂടി അമ്പാബ് തീർന്നു. അൽ മിസാഹ് എന്ന് പറഞ്ഞാൽ തമാശ പറയൽ, തമാശയും ചെൽപ്പിക്കലും ഈ എന്താ ഒരു ഹോബി. അതാ അൽ മിസാഹ് എന്ന് പറഞ്ഞത് അൽ മസ്ഹ് വസ്ലുഹു മൻഹിയുൻ അൻഹു, അതിൻ്റെ അസ്ലി വിരോധിക്കപ്പെട്ടതാണ്. ഇല്ലാ ഖദറൻ യസീറൻ, കുറച്ചുണ്ടായാൽ ഒഴികെ. അപ്പോൾ തങ്ങളും അത് എന്താക്കും, മസ്ഹ് ചെയ്യും, പക്ഷേ നേരെ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇല്ല ഖദറൻ യസിൻ ഫൈസ്തസിന മിന്നു, ആ ഖദറുൻ യസീറുണ്ടല്ലോ കുറഞ്ഞത്, അത് ഒഴിവാക്കപ്പെടണം. അത് ഹിയ. ഇനി അല്ലദീ ഫീഹി ഇഫ്റാത്തുൻ വൈദാവിമു അലൈഹി, കണക്കിലേറെ ആവുകയും അത് പതിവാക്കുകയും ചെയ്താലാണ് എന്താക്കിയെന്ന് ഇത് ആക്ഷേപാർഹമാകുന്നത്. ഹത്ത യൂരിസുൽ ലഹക വൽ ഖസ്വ, അതെന്താക്കും എല്ലാവരും ചിരിപ്പിക്കാനും അവിടെ കൽബിൻ്റെ ചിരിയുണ്ടെന്താകും, കൽബിൻ്റെ കസാബത്ത് ഉണ്ടാകും. വഖദ് യുഅദ്ദിക ഇലൽ ഈദാഇ വൽ ഹഖദി, അത് മറ്റൊരാളെ ശല്യം ചെയ്യാനും അയാൾക്ക് പകരം മനസ്സിൽ വരുത്താനും. ഒരാളോട് വയസ്കൊത്തിൽ മഹാബത്ത വൽ വക്കാർ, നിന്നെപ്പറ്റിയുള്ള ആ ഖനവും ആ വക്കാറും എന്താക്കും ആക്കി തയ്പ്പുകയും ചെയ്യും. ഇനി വലാ ബഅസബിൽ യസീരി മിൻഹു, നമ്മൾ ഷമായിലല്ലോ തീരില്ലെന്ന്. ഒരു പെണ്ണുങ്ങളെ വന്നിട്ട് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറ്റാൻ ദ്വാരക്കണമെന്ന്, തൊണ്ടിമാറെ സ്വർഗത്തിൽ കയറൂലെന്ന്. പെണ്ണുങ്ങൾ കാണില്ലേ കാണില്ലേ എന്ന് പറഞ്ഞാൽ എന്താന്ന്, നിങ്ങൾ തൊണ്ടിയാവാത്ത ബാല്യ കയറ്റി ആയിക്കൊണ്ട് സ്വർഗത്തിൽ കയറ്റുക എന്ന് പറഞ്ഞു. അത് ഒരു തരം തമാശയാണ്. എന്താ ബാദുല്ല കദ്സിയമാ ഫി സഫർ, ചിലപ്പോൾ സഫറിൽ വേണ്ടി വരും എന്നാണ്. സഫറിൽ യാത്രേൻ്റെ മുഷിപ്പല്ലോ. ഒമാൻ നിസായി വസബിയാൻ, അതുപോലെ പെണ്ണുങ്ങളോട് അതുപോലെ തന്നെ കുട്ടികളോട് തതയീബല്ലി ഖുലൂബിഹിം, അവരുടെ കൽബിന് സമാധാനം ഉണ്ടാക്കാൻ. ഫദാലിക സുന്നത്തും ഫഅലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെയ്ത സുന്നത്തായിട്ടും ഹദീസിലൊക്കെ കാണുന്നുണ്ട്. ഇനി അത് 2ാം നമ്പർ. ഇനി സുഖരിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളെ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ പരിഹസിക്കല്, അതാ വസ്തഹിത, ജനങ്ങളൊരു പരിഹാസമാക്കുക. ബിന്നാസ്,
ജനങ്ങളെ കൊണ്ട്. അതാ വഹാദ മുഹറമുൻ, ഇത് ഹറാമാണ്. മാ കാന മുഅദ്ദിയൻ, അത് മറ്റുള്ള ആളെ ശല്യം ചെയ്യുന്നത് അത് വിരോധിക്കപ്പെട്ടു. ഖാലല്ലാഹു തആല യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു കൗമ് മറ്റൊരു കൗമിനെ എന്താക്കണ്ട, നിസാരപ്പെടുത്തി പറയണ്ട. എന്താണത്? വമഅന സുഖലിയത്തി അൽ ഇസ്തിഹ്ഖാറു വൽ ഇസ്തിഹാനതു വത്തംബീഹു അലൽ ഉയൂബ്, മറ്റേയാളെ കൊള്ളരുതാത്തവരാക്കൽ, അയാളെ നിസാരപ്പെടുത്തൽ, അയാളുടെ ഐബുകൾ വെളിവാക്കുക. അതങ്ങനെ ചിലപ്പോൾ ഐബ് അലാ വജ്ഹിൽ ലഹക്കി, ചിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ നടത്തം പോലെ കാണിക്കുക, അയാളെ ശൈലി ഉപയോഗിക്കുക. വഖദ് യകൂനു ദാലിക ബിൽ മുഹാക്കാത്തി ഫിൽ ഫീലി വൽ ഖൗലി, പ്രവർത്തനത്തിലോ വാക്കുകളിലോ എന്താക്കും, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. നടക്കുന്ന മുടന്തന്മാരെ മുടന്താക്കി നടത്തി കാണിച്ചു കൊടുക്കുക. വഖദ് യകൂനു ബിൽ ഇശാറത്തി ബിൽ ഈമാ, ചിലപ്പോൾ ആംഗ്യം കാണിച്ചിട്ട് എന്താക്കിയിട്ട്. വൈദാ കാന ബി ഹദറത്തിൽ മുസ്തഹ്സഇ ബിഹി, ആ പരിഹസിക്കപ്പെടുന്ന ആളെ ഹദറത്തിൽ വെച്ചാണെങ്കിൽ എന്താക്കും, അതിന് ഗീബത്ത് എന്ന് പറയാൻ പറ്റില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ലാത്ത അഭാവത്തിൽ പറയണ്ടേ, സാന്നിധ്യത്തിലാണ്. വഫീഹിം, പക്ഷേ മാനൽ ഗീബത്ത് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഗീബത്ത് എന്ന് പേര് പറയലില്ല, മനസ്സിലാകുന്നുണ്ടോ? ഇനി വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇവിടെ അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. കിതാബ് കൊടുക്കപ്പെട്ട് അവരെന്ത് പറയും, വൈലത്ത എന്നിട്ട് എന്തൊരു കിതാബാണ്, ചെറുതോ വലുതോ അതിൽ ഒരുമിച്ച് കൂട്ടാതെ വിട്ടിട്ടില്ലല്ലോ. അവിടെ ഈ സഗീറത്തേതാ, അത്തബസ്സുമു ബിൽ ഇസ്തിഹ്സാഇ ബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനോട് എന്താക്കുക, പരിഹാസ രൂപത്തിലുള്ള പുഞ്ചിരിയാണ് ആ സഗീറത്ത്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ റളിയല്ലാഹു അൻഹു. വൽ കബീറത്ത് എന്നുള്ളത് അൽ കഹ്കഹത്തു ബിദാലിക, പരിഹസിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചിരിക്കൽ, അയാൾ കയറി വരുമ്പോൾ കളിയാക്കി ചിരിക്കൽ. വഫഹാദാ ഫീഹിൽ ഇശാറത്തു ഇലാ അന്നല്ലാഹക അലന്നാസി മിനൽ ജറാഇമി വദ്ദുനൂബ്, അപ്പോൾ ഈ തഫ്സീർ പ്രകാരം നോക്കിയാൽ എന്തുണ്ട്, ഒന്ന് സഗീറത്തും ഒന്ന് കബീറത്തും ആയില്ലേ. ജനങ്ങളെ മേലിൽ ചിരിക്കുക എന്നുള്ളത് കുറ്റകൃത്യത്തിലും ദുനൂബിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇഹ്ജാബ്. അതുകൊണ്ട് ഫഹ്ഫദ് ലിസാനക മിന്നു, അതിനത്തോട്ട് നിൻ്റെ നാവിനെ നീ കാത്തോ. ഫഇന്നഹു യുരീഖു മാ അൽ വജ്ഹി, അത് മുഖത്തിൻ്റെ വെള്ളം ഊറ്റിക്കളയുന്ന പറഞ്ഞു. എന്നുവെച്ചാൽ മുഖത്തിനുള്ള ഒരു തേജസ് ഇല്ലല്ലോ. വയുസ്ഖിത്തുൽ മഹാബത്ത്, എന്നെ പറ്റിയുള്ള ഭയഭക്തി എന്താക്കും, സാക്കിത്തായി പോകും. വയസ്തജിറുൽ വഹശത്ത, നീ വരുമ്പോൾ വഹശത്ത് ഒരു സന്തോഷമാകുന്നില്ല, അയാൾ ആളെല്ലാം പരിഹസിക്കുന്ന ആളാകുമ്പോൾ കോമിക്കാക്കലും. വയുദിൽ ഖുലൂബ്, കൽബുകളെ ശല്യം ചെയ്യലുണ്ട്. വഹുവ മബ്ദ ഉൽ ലജാജി വ തസാറും, ലജാജ് എന്തെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട, തസാറും എന്താണ്, പരസ്പര സ്നേഹബന്ധം മുറിയൽ. സർമ എന്ന് പറഞ്ഞാൽ മുൻസരി, സ്നേഹബന്ധം മുറിയൽ അതിന് കാരണമായി മാറും. വമഗ്രിസുൽ ഹിഖ്ദി ഫിൽ ഖുലൂബ്, കൽബുകളിലെ പക നട്ടുമുളപ്പിക്കാനുള്ള കാരണമായി. അതുകൊണ്ട് ഫലാ തുമാസിഹി അഹദൻ, ആരെയും നീ പരിഹസിക്കാൻ നിൽക്കണ്ട. ഇനി വഇമ്മാസഹക ഗൈറുക, വേറൊരാൾ നിന്നെ പരിഹസിച്ചാലോ, ഫലാ തുജിബുഹു, നീ അങ്ങനെ തന്നെ ഉത്തരം കൊടുക്കുകയും വേണ്ട. വഅഅ്രിദ് അൻഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റൊരു വിഷയത്തിൽ ഏർപ്പെടുന്നത് വരെ നീ അത് ഒഴിവാക്കിയെന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന അവസ്ഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് രണ്ടവസ്ഥത്തിലാണ്. ഒന്ന്, ഏതോ ഒരു പള്ളിയിൽ രാത്രി ഇശാക്ക് ശേഷം കടന്നു പോലും മൊക്കരിക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ കടക്കാൻ പറ്റൂല, ഇറങ്ങണം, ഞാൻ അന്യ നാട്ടുകാരാണ്, വഴിപോക്കാനാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ ഇടയില്ല. ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇയാൾ മൂപ്പറ കാല് പിടിച്ചിട്ട് വലിച്ച് പുറത്തിറക്കി. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, വലിയ ഇറങ്ങൽ കുറേ കിടന്നില്ലേ, അതിൽ മൂപ്പറ തല ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത്. മറ്റൊന്ന്, ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ ഈ ആളെ കോമ്പിക്കാക്കുന്ന ആളെൻ്റെ താടി ഒടിച്ചു വരും, നമ്മളെ നാട്ടിലൊക്കെ ഏതിനെ പോലെ തന്നെ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ മറ്റുള്ള ആൾ കൈകൊട്ടി ചിരിച്ച്. നമുക്ക് കുശേരിയിലല്ലേ ഒതിയത്, സ്ഥാനത്തിൽ കുശേരിയിലെ കിസ്സ ഉണ്ട്. മറ്റൊരിക്കൽ ഒരാളോട് വൈ ചോദിച്ചപ്പം വൈ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ എന്താക്കിയാലോ പുറമേലിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ. ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം ഉണ്ടായ സമയങ്ങളിൽ. ജീവിതം പിന്നെ അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് വക്കുൻ മിനല്ലദീന ഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന് പറഞ്ഞിട്ട്
ഞാൻ പറയില്ലേ സൂറത്തുൽ ഫുർഖാൻ രാസത മർറൂ കിറാമ, അവർ മർറൂ കിറാമൻ എന്ന് പറഞ്ഞാൽ അതിനെ ഉത്തരം ചെയ്യാതെ കണ്ട് അതങ്ങ് പോട്ടേന്ന് വെച്ച് വിട്ടേക്കാം. അതാ വക്കാല ഉമറു റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കസുറ മസ്ഹുഹു, ഒരാളെ തമാശയാക്കലി ഏറിയ കല്ലത്ത് ഹൈബത്തുഹു, അവനെ പറ്റിയുള്ള ഹൈബത്ത് പോയി. വമൻ മസഹ ഉസ്തുഖിഫ ബിഹി, ഒരാളെന്താക്കും മറ്റുള്ള ആൾക്ക് കൊള്ളരുതാത്തവനായി മാറും. വമൻ അക്സറ മിൻ ഷൈഇൻ ഉരിഫ ബിഹി, ഏതെങ്കിലും ഒരു കാര്യം വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ടായിരിക്കും അയാളുടെ പേര് പ്രസിദ്ധമാവുക. വമൻ കസുറ കലാമുഹു, ഒരാളെ സംസാരം വർദ്ധിച്ചാൽ കസുറ സഖത്തുഹു, അവൻ്റെ പൊയ്വാക്കുകൾ അധികരിക്കും. വമൻ കസുറ സഖത്തുഹു, പൊയ്വാക്കുകൾ അധികരിച്ചാലോ കല്ല ഹയാഉഹു, പിന്നെ അവന് ഹയാ ഇല്ല. വമൻ കല്ല ഹയാഉഹു, ഹയാ ഇല്ലാഞ്ഞാലോ കല്ല വറഉഹു, അവൻ്റെ സൂക്ഷ്മത പോയി. വമൻ കല്ല വറഉഹു മാത കൽബുഹു, കൽബ് മരിച്ച്. എന്തുകൊണ്ട്? ലിഅന്ന ളഹക യദുല്ലു അനിൽ ഗഫലതി അനിൽ ആഖിറ, ആഖിറത്തിനെ തൊട്ടുള്ള മതിമറക്കൽ നമ്മൾ അറിയിക്കുന്നതാണ് ഇത് ചിരി എന്ന് പറഞ്ഞ സാധനം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ലബകൈതും, നിങ്ങൾ ധാരാളമായി കരിയും, കസീറൻ വല ലഹിക്തും ഖലീല, കുറച്ചേ ചിരിക്കുകയുള്ളൂ. എന്തായി? അറിവിൻ്റെ കുറവാണെന്നത്. എന്താ ഇവിടെ എത്തി? ഫഹാദിഹി മജാമി ആഫാത്തുൽ ലിസാൻ, നാവ് കൊണ്ടുണ്ടാകുന്ന ആഫാത്തിൻ്റെ ഒരു ടോട്ടൽ. ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അതെന്തായി? അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നില്ലേ. ഇനി പറയുന്നത് വലാ യുഅൈനുക അലൈഹ, ഈ ആഫാത്തിൻ ഇതെല്ലാം സൂക്ഷിക്കാൻ എനിക്ക് സഹായിക്കില്ല. ഇല്ലല്ലോ, ഒഴിഞ്ഞു നിൽക്കലല്ലാണ്ട് എവിടെയും കൂടണ്ടാവും. കാരണം മറുവശം ഇല്ലെങ്കിൽ പിന്നെ ഇവന് ഒറ്റക്ക് കളിക്കൂലല്ലോ ഒന്നും. ആ മുലാസമത്ത് സ്തുംതി, അല്ലെങ്കിൽ ആ ബായിറക്കിക്കൊള്ളാം. ഇല്ല ബി കതിരിൽ ലറൂറ, ലറൂറത്തിൻ്റെ കതിറിൻ്റെ കണക്കല്ലാണ് ബായാണ്. അലിക്കുഞ്ഞ് ഉസ്താദ് പറയുന്നുണ്ട്, നമ്മൾ ഉപ്പ ശരിക്കും മാറാന്നില്ല. ഒരു ദിവസം 1-2 കലിമത്തെ സംസാരിക്കുള്ളൂ എന്ന്. സസിൽ കൂടി അനങ്ങാണ്ട് അടിക്കുന്നില്ല, ഇങ്ങനെ തല്ലിക്കൊണ്ട് ചോദിച്ചിട്ട് എന്താ മൂലർക്ക് ഒന്നും പറയാത്ത. ഞാൻ പറയണോ? എന്നാ പറഞ്ഞേക്കാം. ഇതന്നെ ലറൂറത്തിൻ്റെ കതിർ മാത്രം. ഫഖദ് കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യദഉ ഹജറൻ ഫീഹി, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വായിലൊരു കല്ല് വെക്കും. എന്തിനാണ്? യംനഉഹു മിനൽ കലാമി ഗൈരി ലറൂറത്തിൻ, ലറൂറത്തില്ലാതെ സംസാരിക്കലിനത്തോട് തടയാൻ വേണ്ടിയിട്ടാണ്. വായിൽ കല്ലിട്ട് കഴിഞ്ഞാൽ, അല്ല ഇക്കാലത്ത് കല്ലില്ലെങ്കിൽ വലിയ മുട്ടായി വാങ്ങിയിട്ടാൽ മതി. എന്നിട്ടോ വയുസൈറുൽ നാവിലേക്ക് സൂചിപ്പിച്ചു വയഖൂൽ ഹാദല്ലദീ ഔറദനിൽ മവാരിദ, എല്ലാ അപകടങ്ങളിലേക്കും എന്നെ എത്തിച്ചത് ഈ സാധനമാണ് എന്ന് പറഞ്ഞു. ഫഹ്തരിസ് മിൻഹു ഗായത ജുഹദിക്, നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീ സൂക്ഷിച്ചു കൊള്ളണം. ഫഇന്നഹു അഖ്വാ അസ്ബാബി ഹലാകിക ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ നിൻ്റെ ഹലാക്കിനുള്ള അസ്ബാബിൽ ഏറ്റവും ശക്തി കൂടിയതാണ് ഈ നാവ് എന്ന സാധനം. ഇനി ബത്ന പറയുന്നു, പള്ള, അത് സൂക്ഷിക്കലെങ്ങനെ? വഅമ്മൽ ബത്നു, പള്ള ഫഹഫളുഹു അൻ തനാവുലിൽ ഹറാമി വശുബഹ, ഹറാമായ ഭക്ഷണങ്ങൾ, സുബഹത്തുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കലിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണം. വഹിരിസ് അലാ തലബിൽ ഹലാൽ, ഹലാല് തന്നെ തേടിപ്പിടിക്കുന്ന വിഷയത്തിൽ നീ അങ്ങേയറ്റം ഹിർസുള്ളവനാവണം, അല്ലേ? ഇനി ഹലാല് കിട്ടി, ഫൈദ വജത്തഹു, ഹലാല് കിട്ടിയാൽ ഫഹിരിസ്, അതെന്താക്കണം? വാരി വലിച്ച് തിന്നലല്ല, അളവേ തിന്നാൻ പാടുള്ളൂ. എന്താ? ഫഹിരിസ് അലാ തക്തസിറ അലാ മാ ദൂന ശിബഇ, വയറ് നിറയലെന്നുണ്ടല്ലോ ശിബായ്, അതിനാക്കാണ് കുറച്ചുകൊണ്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫഇന്ന ശിബഅ യുഖസ്സിൽ ഖൽബ, വയറ് നിറച്ചാൽ കൽബിൻ്റെ കസാവത്തുണ്ടാകും. അത് ഹലാല് കൊണ്ട് തന്നെ. അപ്പോൾ ഹലാലാവാത്തത് കൊണ്ടല്ല, വയറ് നിറക്കില്ല കേസാണ്. അത് നമ്മൾ ഇന്നാൾ അതൊക്കെയിലൂതിയില്ലേ, അഫാത്തു ഷബിഇൻ. ഷാഫിമാൻ പറഞ്ഞ വയുഫ്സിദുദ്ദിഹിന, മനസ്സിനെ ഫസാദാക്കും, നല്ല ചിന്താശക്തി കിട്ടൂല. വയുബത്തിലുൽ ഹിഫ്ള, ഓർമ്മ ശക്തിയെ ബാത്തിലാക്കി കളയും. വയുസക്കിറുൽ അഅ്ലാ അനിൽ ഇബാദത്തി വൽ ഇൽമി, ഇൽമ പഠിക്കലിനെ തൊട്ടും ഇബാദത്തിനെ തൊട്ടും അംഗങ്ങൾക്ക് എന്താക്കും? ഒരു ഭാരം.
വയുക്കബി ഷഹവാത്തിന് ശക്തി കൂട്ടും. വയൻസുറു ജുനൂദ ഷൈത്താൻ, ഷൈത്താൻ്റെ ജുനൂദിനെ സഹായിക്കുമത്, അനുകൂലിക്കും. വസ്സിബഉ മിനൽ ഹലാലി, ഹലാലിൽ നിന്നുള്ള വയറ് നിറക്കലി, മബുദ കുല്ലി ഷർറിൻ, എല്ലാ ഷർറിനെയും തുടക്കമാണ്. അപ്പോൾ ഫക്കൈഫ മിനൽ ഹറാം, ഹറാമായാൽ പിന്നെ പറയാനുണ്ടോ? ഹലാലിലാണ് ഈ പറഞ്ഞതൊക്കെ. വതലബുൽ ഹലാലി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിം, ഹലാല് തേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും വ്യക്തിപരമായ കടമയാണ്. വൽ ഇബാദത്തു വൽ ഇൽമു മഅ അക്കിലിൽ ഹറാം, ഹറാം തിന്നുക എന്നിട്ടോ ഇബാദത്ത് ഇൽമു വേണമെന്ന് പറയുന്നത് കൽ ബിനായ അല സിർജിൻ, സിർജി എന്ന് പറഞ്ഞാൽ ചാണകത്തിന് പറയും, അല്ല കച്ചറ കൊണ്ട് പോയി തട്ടുന്ന സ്ഥലമില്ല, കച്ചറ എല്ലാം കൊണ്ട് പോയിട്ട് വലിച്ചെറിയുന്നത്, അതാണ് ബഹുവ സിബിലി. എന്താണ് അതിൻ്റെ ഉപമ? അതാ അർ റൗസു വൽ മുറാദു അൽ ബിനാഉ അലൻ നജിസിൽ ലദീ ലാ തസ്ഹിഹുൽ ഇബാദത്തു മഅഹു. അതിൻ്റെ മേലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കിച്ചാൽ നജാസത്തിൻ്റെ മുകളിലല്ലേ ഇവൻ ഇബാദത്തെല്ലാം എടുക്കുന്നത്. വയറ്റിൽ ഈ ഹറാമായ ഭക്ഷണം നിറച്ചിട്ട് ഇവിടുന്ന് ഇബാദത്തെടുത്താൽ ആ കോലത്തിലെല്ലാം ഉണ്ടാവില്ലേ. അതാണ് അതിൻ്റെ ഉദാഹരണം. ഫൈദ കനിയത്ത, അതപ്പോൾ കുറക്കുന്ന രീതിയാണ്. ഫൈദ കനിയത്ത ഫിസ്സനത്തി ബി കമീസിൻ ഖഷിനിൻ, ഒരു കൊല്ലത്തേക്ക് ഒരു പെരുക്കൻ ഒരു കമീസ് കൊണ്ടുവന്ന് പുറത്തുവിടുക. ദിവസം മണിക്കൂറെണ്ണം കുപ്പായം മാറ്റാൻ നിൽക്കണ്ട. ഒരു 100 കുപ്പായോ 24 കുപ്പായ ദിവസം മാറ്റി മാറ്റി ഇടുക. ദാരിക്ക് കാണിക്കാനാണ്. വഫിൽ യൗമി, ഒരു ദിവസത്തിൽ ബി റഗീഫൈനി, 2 പത്തിരി ഒരു ദിവസത്തിൽ. അങ്ങനെ പിന്നെ ഹുസ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തെള്ളിയിട്ടും പാറ്റിയിട്ട് ഉമ്മി കളയാത്ത ഒന്നുണ്ടല്ല, അത് ഫാരിസി ഭാഷയാണ്. ദഖീഖുൽ ലം തുഫ്തൽ നുഖാല, ഈ പാറ്റിയിട്ട് ഉമ്മി കളയാത്ത ദഖീഖിനാണ് ഹുസ്കാർ, അതുകൊണ്ടുണ്ടാക്കിയ റൊട്ടി. വതറക്ത തലബുബി അതായിബിൽ ലുദുമി, നല്ല രുചികരമായ കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് തലബുദ് ഇതെല്ലാം ഒഴിവാക്കുക. അതാ അൻ ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് പറയുന്നത്, കാന യഅതി അലൈന ഷഹുറു, ഒരു മാസം നമുക്ക് കഴിയും, മാ തൂഖദു ഫീഹി നാറൻ, തീ പൊന്തിക്കാറില്ല എന്ന് വീട്ടിൽ. ഇന്നമാ ഹുവ തംറു വൽ മാ, എന്താണ് തമ്ര? കാരക്കയും വെള്ളം മാത്രമേ ഉണ്ടാകും. പക്ഷേ ഇല്ലാ യൂത്താ ബിൽ ലഹം, ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും എന്താക്കും ലഹമ്പ് കൊണ്ടു കൊടുക്കും. വക്കാലത്ത് മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ബുർരിൻ, നല്ല ഗോതമ്പത്തിൻ്റെ റൊട്ടി നിന്നിട്ട് വയറ് നിറച്ചിട്ടില്ല. ഇല്ലാ വഅഹദുഹുമാ തമ്രൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് തമ്രായിരിക്കും. അതിനെ മേലെ എടുത്തു വെച്ചിട്ട് നമ്മിനെടുക്കടിയോ ഷേക്ക് നമ്മൾ പോയേക്കുന്നത് കണ്ടല്ലോ, അത് ഈ കൊമ്പോസ് മുറിച്ചിട്ട് ഈത്തപ്പഴം കുരുവളഞ്ഞെടുത്ത് വെച്ചിട്ട് നിന്ന് ഇപ്പം അടുത്ത് 2 ദിവസം മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ശഈർ യൗമൈനി മുതതാബിഈനി, തുടരെയുള്ള 2 ദിവസം ശഈർ താണ ഗോതമ്പാണ്, തൊലിക്കോതമ്പം, അതുപയോഗിച്ചുകൊണ്ട് വയറ് നിറച്ചിട്ടില്ല. ഹത്താ ഖുബില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് വഫാത്താകുന്നത് വരെയും. ഒമാ ശബിഅനാ മിനൽ അസ്വദൈനി, അസ്വദൈനി ഇതാന്ന് അരക്കയും വെള്ളവും, അതുകൊണ്ട് തന്നെ വയറ് നിറക്കാറില്ല. ഖാല അബൂ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖറജ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനദ്ദുനിയ വമാ ശബിഅ മിൻ ഖുബ്സി ശഈർ, തൊലിക്കോതമ്പത്തിൻ്റെ റൊട്ടി കൊണ്ട് തന്നെ വയറ് തുറക്കാതെ കണ്ടാണ് തങ്ങൾ ദുന്യാവിൽ നിന്ന് പിരിഞ്ഞത്. വഖാല നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അലസ്തും ഫീ തആമിൻ വശറാബിൻ മാ ശിഅ്തും, ഇപ്പം തിന്നാനും കുടിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. ലഖദ് റഅയ്തു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഞാൻ കണ്ടത്, വമാ യജ്ലു മിനദ്ദഖലി മാ യംലഉ ബത്നഹു, താണ ഗോതമ്പത്ത് അത് വയറ് നിറക്കാനുള്ള കിട്ടാത്തതാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടല്ലോ, ബാക്കി ചാടാൻ. വഅൻ ഉമ്മി ഹാനി റളിയല്ലാഹു അൻഹാ ഖാലത്ത് ദഖല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കയറി വന്ന് ഫഖാല അഇൻദകി ശൈഉൻ, എന്താ ഉമ്മുഹാനി എന്തെങ്കിലും ഉണ്ടോ? കാലത്തില, ഒന്നും തിന്നാനില്ല. ഇല്ലാ ഖുബ്സുൻ യാബിസുൻ വഖല്ലുൻ, എന്നുണ്ട് ഉണങ്ങിയ റൊട്ടിയുമുണ്ട് സുർക്കയുമുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ഹാത്തി, എന്ന് അതുകൊണ്ടാ. മാ അകഫറ ബൈത്തും മിൻ ഉദുമി ഫീഹി ഖല്ലുൻ, സുർക്ക ഉണ്ടായാൽ പുരക്ക് കൂട്ടാനൊഴിഞ്ഞ വരയല്ല എന്ന് പറഞ്ഞു. സുർക്ക എന്നുള്ള സാധനം പുരക്കുണ്ടെങ്കിൽ കറി ഒഴിഞ്ഞ വരയല്ല, അത് കറി ഉണ്ടല്ലോ അവിടെ. അതാ വഅൻ യൂസുഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹുമാ
ഖാല റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ കിസ്റത്തൻ മിൻ ഖുബ്സി ശഈർ, തൊലിക്കോതമ്പത്തിൻ്റെ റൊട്ടീൻ്റെ മേലെ ഒരു കിസ്റത്ത് എടുത്തിട്ട് ഫവദ അലിഹ തമ്രത്തൻ, അതിൻ്റെ മേലെ ഒരു കാരക്കയും വെച്ചിട്ട് വഖാല ഹാദിഹി ഇദാമു ഹാദിഹി, ഇതാ ഇത് ഇതിൻ്റെ കറിയാണ് വാക്കല. ഈ റൊട്ടിൻ്റെ കറിയാണ് ഏത്? ഐതപ്പ വാക്കല. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم وضدت أن عندي خبزة بيضاء من برة سمراء ملبقة بسمن ولبن. തങ്ങൾ ഒരു ആഗ്രഹപ്രകടനമാണിത്. എനിക്ക് വെളുത്ത റൊട്ടി, അതായത് പാറ്റിപ്പറക്കിയിട്ട് നമ്മൾ തെളിഞ്ഞ റൊട്ടി ഉണ്ടാകലുണ്ടല്ലോ, മറ്റേ ഉമ്മി ഉണ്ടാകുമ്പോൾ ബ്രൗൺ കളറായിരിക്കുന്നുണ്ട്, അതില്ലാതെ ഉണ്ട്. അത് തന്നെ നല്ല തെളിഞ്ഞ ഗോതമ്പത്തിനാൽ അതിൻ്റെ മേലെന്താക്കുക, സംനും ലബനും, സംന് നെയ്യ് അതുകൊണ്ട് തേച്ചിട്ട്. അപ്പോൾ എന്താക്കി, തങ്ങൾക്കൊരു ആഗ്രഹപ്രകടനമാണല്ലോ ഇതെന്ന് കണ്ടിട്ട് ഒരാൾ പോയിട്ട് ഉടനെ ഉണ്ടാക്കിയത്. ഫഖാമ റജുലുൻ മിനൽ ഖൗമി ഫത്തഖദഹു, ഒരാൾ അതുണ്ടാക്കി ഫജാബിഹി, തങ്ങളെ സദസ്സിൽ കൊണ്ടുവന്നു. ഫഖാല ഫി അയ്യി ഷൈഇൻ കാന ഹാദ സംനു, ഈ നെയ്യ് ഏത് പാത്രത്തിലാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. ഫി ഉക്കത്തി ലബ്ബിൻ, ലബ്ബ് എന്താന്ന്? ഉടുമ്പ്, ഉടുമ്പിൻ്റെ തോല് കൊണ്ടോ മറ്റുണ്ടാക്കിയ തോൽപാത്രത്തിലാണ്. ഫഖാല ഇർഫ, കൊണ്ടുപോകുന്നു, എടുത്തോ കിട്ടും. അതാണ് തീർന്നു. ഇനി നമ്മളെ വിഷയം എടുത്തന്ന് അതെ എല്ലാം അതിൻ്റെ അപ്പുറം മത്തിനെടുക്ക്. ഇനി പറയുന്നത് എല്ലാം ഇങ്ങനെ മതിയാക്കിയാൽ എന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. ഒരു കൊല്ലത്തേക്ക് ഒരു പെരുക്കൻ കമീസ്, 2 റൊട്ടി, ഇതെല്ലാം കൂടെ ആയാൽ ഒരു വരം ജീവിതമായി. എന്നെല്ലാം മിനൽ ഹലാൽ, ഹലാലിൽ നിന്ന് നിനക്ക് ഒഴിവാകില്ല. മായക്ക് ഫീക്ക, നിൻ്റെ കിഫായത്തുള്ളത്. ഇതിനേക്കാണ് അരമ്പടം കൂട്ടിയാലോ അത് കുറച്ച് പ്രയാസമാകും. അപ്പോൾ ഫൽ ഹലാലു കസൂർ, അങ്ങനെയാണെങ്കിൽ ഹലാൽ ധാരാളം കിട്ടാനുണ്ട്. മനസ്സിലായില്ല? അതാണ് പറയുന്നത്. വഇന്നൽ ലാ യഖ്ലൂ മിനൽ ഹലാൽ, ഹലാലിനെ തൊട്ട് ഭൂമി ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്നല്ലാഹു തആല ലം യുതാലിബിൽ ഖൽഖ ഇല്ലാ ബിമാ യുംകിനു ഹുസൂലുഹു, കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന കാര്യമല്ലാണ്ട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഹറാമ് തീരെ ഹലാൽ കിട്ടാക്കനിയാണെങ്കിൽ പിന്നെ അല്ല കൽപ്പിക്കും അത് കിട്ടാത്തതിനെ കണ്ടുപിടിക്കാൻ. ഇല്ല അന്നഹു യക്സുറു ഫി മവാദിഅ, പക്ഷെ എന്തുണ്ട്, ചില സ്ഥലത്ത് അത് ധാരാളം ഉണ്ടാകാം. ഒയക്കല്ലു ഫി മവാദിഅ, മറ്റൊരു സ്ഥലത്ത് ചുരുങ്ങും. ചില നാട്ടിൽ കിട്ടൂല, ചില നാട്ടിൽ ധാരാളമായി കിട്ടും. അപ്പോൾ ഫമൻഖാന ലാഹിറുഹു ജമീലൻ, ഒരാൾ ലാഹിർ ജമീൽ എന്ന് പറഞ്ഞാൽ അയാൾ പലിശ വാങ്ങുന്നില്ല, അയാൾ എന്താ പിടിച്ചു പറിക്കുന്നില്ല, ഇങ്ങനെയുള്ള ലാഹിർ നമുക്ക് തൃപ്തികരമാണ്. എന്നാൽ എനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പാടില്ല. നമ്മൾ അർത്ഥ കോയി, അയാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് വേണ്ട കോയിന് അർത്ഥണമെന്ന് ചോദിക്കാൻ പാടില്ല. അയാളെ പരിഹാസിക്കലല്ല ഇത്. ചില സ്ഥലത്തുണ്ടാകും കുട്ടികൾ മൂത്രമൊഴിക്കും. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ കഴുകാൻ അറിയുന്ന ആളുണ്ടാകും, അറിയാത്ത ആളുണ്ടാകും. അറിയാത്ത ആളാണെങ്കിൽ ഇവിടെ ശുദ്ധമാണോ എന്ന് ചോദിക്കാം. നമ്മൾ നനഞ്ഞ കാലം കൊണ്ട് ചൂട്ടുമ്പോൾ എന്താക്കും, കുട്ടികളെ മൂത്രമൊഴിച്ചാൽ വെറും തുണിയെടുത്ത് തുടച്ചിട്ട് മതിയാക്കും, ബൈപ്പറിട്ടിട്ട് ഒരട്ട തുടക്കലാണ്. പക്ഷേ ഫിഖ്ഹിയായിട്ട് വൃത്തിയായിട്ടില്ലല്ലോ. അത് സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ചോദിക്കാൻ പാടില്ലല്ലോ. അതാ പറയുന്നത് ഫലാ യുത്തഹമു ഫീ മാലിഹി, അയാളെ മുതലിൽ തെറ്റിദ്ധാരണ പാടില്ല. അപ്പോൾ മക്സബിഹി, അയാളെ തൊഴിലിലും. ഇത് സഖറഹു സുഹ്റവർദി. കാല സയ്യിദു സംഹൂദി, അത് അടുത്തിനല്ലേ. അപ്പം ഇപ്പം പറഞ്ഞു മനസ്സിലായില്ലേ, നീ കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടുകയാണെങ്കിൽ ധാരാളം ഹലാൽ കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞത്. വലൈസ അലൈക അൻ തതയക്കന ബാത്തിനൽ ഉമൂർ, കാര്യങ്ങളുടെ ബാത്തിലേക്ക് കടന്നിട്ട് ഉറപ്പ് വരുത്തൽ എന്നുള്ളത് എനിക്ക് പറ്റാത്തതാണ്. കാരണം പിന്നെ നിങ്ങൾ ഒരു വസ്തു തോന്നലുണ്ടാവില്ല. ബൽ അലൈക അൻ തഹതരിസ മിമ്മാ തഅലമു അന്നഹു ഹറാമുൻ, ഹറാമാണ് എന്ന് ഉറപ്പുള്ള ഇൽമുള്ള കാര്യം സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഔ തദുന്നു അന്നഹു ഹറാമുൻ ലന്ന, അല്ലെങ്കിൽ അത് ഹറാമാണ് എന്നൊരു ലന്ന് വന്നു. അങ്ങനെയല്ലുണ്ടാകല് മനസ്സിൻ്റെ ഒന്ന് ഇൽമ്, അതിൻ്റെ അപ്പുറം ലന്നല്ലേ ഉണ്ടാകല്. ലന്നാണെന്ന് വന്നതും ഒഴിവാക്കണം. എങ്ങനെ മനസ്സിലായി? മഅമാ ഹസല മിൻ അലാമത്തിൻ നാജിസത്തിൻ, നിനക്ക് അവിടെ റക്കമായി കാണുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടാകും. ലിഇല്ലത്തി മക്റൂനത്തിൽ മുതലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇല്ലത്ത് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ലന്നേ ഉണ്ടാവുള്ളൂ. അതേ വരും. ഇനി അമ്മൽ മാലൂമു, ഏത് അന്നഹു ഹറാമാണ്, അത് ഫലാഹിറുൻ, അന്ന വിധി പറയേണ്ടതില്ല, അത് പറ്റാത്ത എന്നെ എന്ന് വിടുക.
ഇനി വമ്മൽ മദുനൂന് ബി അലാമത്തി, അലാമത്ത് കൊണ്ട് തന്നെ ചെയ്യപ്പെട്ടു ഇത് ഹറാം ഹലാൽ ആവാദിക്കാൻ സാധ്യത. ഫഹു അതേതാണ് മാലു സുൽത്താനി, സുൽത്താൻ്റെ മുതലും വമ്മാലി അദ്ദേഹത്തിൻ്റെ പണിക്കാർ സ്വത്തുമാണ് എന്നാണ്. എന്താണ് കണ്ടമാൻ ആളോടെല്ലാം പിടിച്ചു പറിച്ചിട്ടും ഇതാക്കിയിട്ടും ഇല്ലാത്ത ടാക്സ് എല്ലാം വാങ്ങിയിട്ട് ബോർക്ക് ടാക്സൊന്നും കൊടുക്കണ്ട. അതുപോലെ വമാലു മല്ല കസബലഹു ഇല്ലാ മിനന്യാഹത്തി, മരിച്ച പുരക്ക് പോയിട്ട് കരയിലാന്ന് ഒരാളെ പണി. എവിടെയെങ്കിലും മരിച്ച വരയുണ്ടാ എന്നാൽ അവിടെ ഇവിടുന്ന് കരഞ്ഞു കൊടുക്കുമെന്നുണ്ട് എന്താക്കും പരസ്യം ചെയ്യും. ഇവരെ പോയിട്ട് കൂട്ടിയിട്ട് വരും. നമ്മൾ മംഗളത്തിന് പാട്ടുകാരെ ക്ഷണിക്കും പോലെ നമുക്ക് ഇർഷാദിലോദിക്കില്ലേ. അങ്ങനെയാണ് വേള സമ്പാദ്യം. ഔ ബൈ ഇൽ ഖംറി അല്ലെങ്കിൽ കള്ള് വിക്കലി, അവിൽ ദിബ അല്ലെങ്കിൽ പലിശ, അവിൽ മസാമീരി എന്നല്ല വീണയും ചെണ്ടയും വരച്ച് പാട്ടെല്ലാം പാടുന്നില്ലേ. ഹത്ത അലിംത അന്ന അക്സറ മാലിഹി ഹറാമുൻ ഖത്അൻ, അയാളെ അധിക മുതലും ഹറാമാണ് എന്നത് ഖത്അൻ ഉറപ്പന്നെ. വമാ തഖുദുഹു മിൻ യദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും. വയിൻ അംകന അൻയകൂന ഹലാലൻ നാദിറൻ, അപൂർവമായിട്ട് ഹലാലാവാൻ സാധ്യതയുണ്ട് എന്നാലും ഭൂരിപക്ഷം ഇതായി ഹറാമായി. ഫഹുവ ഹറാമുൻ, എന്തുകൊണ്ട് ലിഅന്നഹുൽ ഗാലിബ അലല്ലന്നി, നേരത്തെ പറഞ്ഞില്ലേ ഒന്നിക്കൽ ഹറാമാണെന്ന് ഉറപ്പുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യ തെളിവുകൾ അനുസരിച്ചിട്ട് ദന്നിൽ ഗാലിബാകും. ഇനി വമിനൽ ഹറാമിൽ മഹലി, തനിച്ച ഹറാമിൽപ്പെട്ടതാണ് മാ യൂക്കലു മിനൽ ഔഖാഫ്, വഖഫ് സ്വത്തിൽ നിന്ന് തിന്നുന്നത്. എങ്ങനെ തിന്ന്? ബിൻ ഗൈരി ഷർത്തിൽ, വാഖിഫ് ഷർത്ത് വെച്ചിട്ടുണ്ടാവും ഓതിപ്പടിക്കുന്ന കുട്ടികൾ കൊടുക്കാൻ. ഇവനെന്താക്കും സബക്കിനും പങ്കെടുക്കൂല, ശ്രദ്ധിക്കുന്നുമില്ല, അത് ഉത്സാഹമില്ലെങ്കിൽ അദ്ക്കിലോതി ലഹറുമുന്നലൈഹി ജിറായത്തുൽ മുത്തഫക്കിഹ, ഫിഖ് പഠിക്കുന്നാക്ക് വഖഫ് ചെയ്ത ചോറ് അനുവദിക്കൂല. വഖഫ് ചെയ്താൽ ഷർത്തുണ്ടാവും. മുമ്പ് ഉസ്താദന്മാർ പറഞ്ഞിട്ട് ബാപ്പു ഹാജിയല്ലേ കോളേജിന് മുഴുവനും കൊടുത്തത്. ഒരു ദിവസം ഒരു ഉസ്താദിൻ്റെ റൂമിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് ചോറ് തുറക്കുന്നു. അവിടെ നിൽക്ക് ഇന്നത്തെ ചോറ് ഒട്ടെന്ന് വെച്ചോളണം, ഇത് പാടില്ല. ഞാൻ എന്താ തെറ്റിയത്? നിങ്ങൾ കൃത്യമായി ജമാഅത്തിനെത്തിയിട്ടില്ല. ജമാഅത്തിനെത്തിയിട്ട് നിസ്കാരം എല്ലാം നടത്തിയിട്ടുള്ള ആളുകൾക്കാണ് എൻ്റെ ചോറ് വഖഫാക്കിനി. നിങ്ങൾ ഇന്ന് ജമാഅത്തിനെത്തിയിട്ടില്ല ബൈഗീനും ഉസ്താദന്മാർ പറഞ്ഞാൽ അത്ര ഉണ്ടാവും ഓരോ ശ്രദ്ധം. അപ്പം ഫിഖ് പഠിക്കുന്ന ഈ ദീനിൽ അനിവാര്യമായ ഇൽമ പഠിക്കുന്ന ആൾക്ക് വഖഫാക്കിയ സ്വത്തുണ്ടാവും. പല സ്ഥലത്തും അങ്ങനത്തെ സ്വത്തുണ്ട്, അതിൻ്റെ വരുമാനം എടുത്തു കൊടുക്കണം. മീൻ വാക്കിഫിൻ്റെ ഷർത്ത് പാലിച്ചിട്ടില്ല, കണ്ടമാന തുന്നൽ, പണിയെടുക്കാണ്ട് ശമ്പളം വാങ്ങൽ. ഫമല്ലം യസ്തഗിൽ ബിത്തഫഖുഹി, ഫിഖ് എന്ന് പറഞ്ഞാൽ വെറും ഫിഖ് അല്ല, ദീനില്ല അറിവെല്ലാം പെട്ടു, അതുകൊണ്ടൊരാളെ ശുഗലാകുന്നില്ല. എന്നാൽ ഫമാ യഖദുഹു മിനൽ മദാരിസി, മദ്രസകളിൽ നിന്ന് അയാൾ സ്വീകരിക്കുന്നത് ഹറാമുൻ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. വമനിർത്തകബ മാസിയത്തൻ, ഒരാൾ കുറ്റം ചെയ്താൽ തുറദ്ദു ബിഹ ഷഹാദ, ഷഹാദത്ത് തള്ളിപ്പോലെ, ആൾ സാക്ഷിക്ക് പറ്റില്ലല്ലോ. ഇനി സൂഫിയാക്കൾക്ക് എന്നുകൊണ്ട് എന്താക്കും, ചില സ്ഥലത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതാ ഫമാ യഖദുഹു ബിസ്മി സൂഫിയ, സൂഫിയത്തിൻ്റെ പേര് പറഞ്ഞിട്ടെടുക്കുന്നു, ഇവൻ സൂഫിയാന്ന്. മീൻ വഖഫിൻ ഔ ഗൈരിഹി, വഖഫാട്ടെ ഗൈറാവട്ടെ അതും ഹറാമാണ്. തങ്ങോന്ന് വിചാരിച്ചിട്ട് തരുന്നു, അതല്ലേ ഇന്നും കുറേ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിങ്ങളില്ലാത്ത ഒരു വസ്ഫ് എന്താക്കി വേറെ ആൾ കണ്ടെത്തി, എന്താ ഫുലാന് പിന്നെ ഫുലാൻ രാത്രി ഹയാത്താക്കുന്ന ആളാണ്, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തന്നതെന്ന് കണ്ടാൽ എന്ത് വേണോ, ഞാൻ രാത്രി ഹയാത്താക്കുന്ന ആളൊന്നുമല്ല, ഞാൻ 9 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ സമയം കൊടുക്കുമ്പോൾ എണീക്കുള്ളൂ, അതുകൊണ്ട് പൈസ എനിക്ക് ഹലാലല്ല എന്ന് പറഞ്ഞിരുന്നു. തങ്ങളോ എന്ന് വിചാരിച്ചാൽ എന്താക്കും, ചില ഹദിയ കൊടുക്കും, അതിനകത്തെത്തി തങ്ങളല്ല. എത്ര വരെ പൈസ എന്ന് വേണ്ട, തങ്ങളെന്നുള്ള നിലയ്ക്ക് ഇക്റാം വരെ പറ്റൂല. ചില കൊമ്പട്ടിക്കാർ പറയും നിങ്ങൾ തങ്ങായിട്ട് നമ്മൾ പറയാം, നിങ്ങൾ അഭിനയിച്ചോളൂ. ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ആശിന്തങ്ങൾ ഒപ്പാത്തയിപ്പോയ മൂപ്പർ വയലിന് പോകണം. ഞാൻ പട്ടിക്കാട് ജീവിതം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു വയലും മുടങ്ങിയപ്പോൾ നിങ്ങൾ വരുമോ? ഞാൻ വരാം. അപ്പം ആശിന്തങ്ങളെ നാട്ടുകാർക്കറിയില്ല, എന്നെയും അറിയില്ല, രണ്ടാളെയും അറിയാത്ത ആളായിട്ട് വേണ്ടേ ആശിന്തങ്കാരി ചമയാനി. ഇതിങ്ങാടാ നടക്കണ്ടല്ലേ. താഹ തങ്ങളെ അറിയാത്ത ആളിലേക്ക് താഹ തങ്ങൾ അറിയാത്ത ആളല്ലേ ഞാൻ ബാപ്പയ്ക്ക് തങ്ങാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചിരട്ടക്കരിക്കുന്നുണ്ട്, ഞാൻ തങ്ങായിട്ട് അഭിനയിക്കണം. ആശയം തങ്ങയിച്ച് ആശയം നിങ്ങളെ അറിയാത്ത ആളുണ്ടാവുമോ?
ഇനി അഭിനയിച്ച് എന്നാൽ തന്നെ ആരെങ്കിലും ഒരാൾ അറിയാണ്ടിക്കുമോ? ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കയറിയപാടെ ബഹുമാനങ്ങളെ ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങളാണ് ഇന്ന് വയത് പറയേണ്ടത്. മൂപ്പറ കുട്ടിക്ക് സുഖമില്ലായിട്ട് ആസ്പത്രിയിൽ പോയതുകൊണ്ട് എന്നെ അധികാരപ്പെടുത്തിയാണ്. ഞാൻ തങ്ങളൊന്നുമല്ല, തങ്ങളാന്ന് വിചാരിച്ചിട്ട് തങ്ങളെ എന്നെ വിളിക്കുകയും വേണ്ട, ചിരട്ടക്കരിക്ക് ദേഷ്യം പിടിക്കുന്നു. ഇതാ ഇന്നലെ ഓറ് ചോദിച്ചേ, ഖാദി സ്ഥാനം എന്തിനാണ് ഒഴിവാക്കിയത്? അപ്പോൾ സാലി ഉസ്താദ് പറഞ്ഞ് ദീനനെതിരായിട്ട് ചില ആവശ്യങ്ങളുമായിട്ട് വരുന്നതായിട്ട് ഉസ്താദിന് പറ്റിയിട്ടില്ല. നമ്മ ഇന്നലെ മഷാൻ്റെ അവിടെ പോയില്ലേ? ഇപ്പം അത് തുറന്നു പറഞ്ഞ് ഇങ്ങനെ ചെല്ലിത്തന്നെല്ലാം വലിച്ചില്ല. അപ്പോൾ സോഫീൻ്റെ പേരും പറഞ്ഞിട്ട് എന്താക്കുന്നത്? വഖഫും ഖൈറും തിന്നൽ ഹറാമാണ്. വഖദ് ദക്കർന മദാഖില ശുബ്ഹാത്തി വൽ ഹലാലി വൽ ഹറാം. ഹലാൽ എന്താണ്, ഹറാം എന്താണ്, ശുബ്ഹാത്ത് എന്താണ്, അത് ഏതിൽ കൂടിയെല്ലാം കടന്നു വരും എന്നുള്ളത് ഫി കിതാബിൻ മുഫ്രദിൻ, ഒരു പ്രത്യേക കിതാബുണ്ട്. എന്തിലേക്കും മീൻ കുത്തുബ് ഇഹ്യാ ഉലൂമുദ്ദീൻ, 40 കിതാബിൽ ഒരു കിതാബ് അതാണ്. ഇഹ്യക്ക് എന്ത് കുറ്റം പറഞ്ഞാലും ആ ഒറ്റ കിതാബ് മതി ഇഹ്യനെ ഇഹ്യാക്കാൻ. മറ്റുള്ള കിതാബിനൊന്നും കിട്ടാതെ ഒരുപാട് മസായിലുകൾ എന്തിലുണ്ട്? അല്ല കിതാബുൽ ഹലാലി വൽ ഹറാം. അതെ, ഫഅലൈക ബിതലബിഹി, അത് തേടിപ്പിടിച്ചോ. അതുകൊണ്ട് ഫഇന്ന മഅരിഫത്തൽ ഹലാലി വതലബഹു ഫരീളത്തു, ഹലാൽ എന്താണെന്ന് അറിയലും അത് തേടിപ്പിടിക്കലും ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിൻ്റെയും കടമയാണ്. കസ്സലവാത്തിൽ ഖംസ, 5 നേരത്തെ നിസ്കാരം പോലെയാണ് കഴിക്കുന്നത്. അത് നിർബന്ധം തന്നെ. പക്ഷേ മൂപ്പർ കുറച്ചാളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയോണ്ട് മൂപ്പരോട് ഇപ്പം അരിശക്കാറാണ്. പക്ഷേ ഈ അരിശക്കാരെ നമ്മൾ നോക്കണ്ട. അതിനാക്കാണ് മദ്ഹ പറഞ്ഞിട്ട് മുഴുവനും ഒരുമിച്ച് പറഞ്ഞ മഹാന്മാർ വേറെ ഉണ്ട്. അതിലേക്ക് ഇവിടെ നമ്മൾ നോക്കുന്നില്ലല്ലോ. അതെ, ആണോ? എല്ലാം ഒന്നില്ലെങ്കിൽ അൽ ഹലാലു അൽ ഹറാം ഓതണം. അതുപോലെ തന്നെ കിതാബുൽ ഖുറൂർ ഓതണം. നമ്മൾ ഖുറൂർ 3 വട്ടം ഓതിനി നമ്മളെ വരെയും. അതെ, ഹലാലു ഹറാമല്ലേ ബമ്പിച്ചാൻ. ബാറ ഫിഖ് നോക്കിയാൽ അങ്ങനത്തെ അത്ര കിട്ടൂല. 19 പേജുണ്ട്. നമ്മൾ കിതാബ് മൊത്തം തീർത്തയിൽ പെട്ടിട്ടുണ്ട്. 2-ാം ദിവസയിലാണ്. എന്തെല്ലാം ഉദാഹരണങ്ങൾ. ഒരർത്ഥം പോയി, അർത്ഥത്തിന് ശേഷം ഒരു സ്ഥലത്ത് പോയി വീണ്, എന്നാൽ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലയോ? അപ്പോൾ അവിടെ ഇജ്തിഹാദ് പറഞ്ഞിട്ടുണ്ട്, അർത്ഥത് പൂർണ്ണമായതിന് ശേഷമാണോ അല്ല വീകലും കൂടെ കൂട്ടിയിട്ടാണോ എന്തെല്ലാം മസായിലിങ്ങനെ ചോദ്യങ്ങളും ഉത്തരവും ഓതേണ്ട കിതാബാണ്. ഗസാലി ഇമാം ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് മാത്രം തന്നത് ദീനിന് ഖിദ്മത്തായി. അതാ ഇത് അതെ കാല ഇത് വാറ്റ് വാങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ വാറ്റ് കൊടുക്കൂല, ജനങ്ങളോട് വാങ്ങിയിടും. ആരോട്? കച്ചവടക്കാരാ? കച്ചവടക്കാരെ നമ്മളോട് പറയും ഇത്ര പൈസ വാറ്റുണ്ട്, അവ വാങ്ങിയിടും. ഗവൺമെന്റിനെ തോപ്പിക്കുമോ? ഇവനെ എടുക്കും. അപ്പൊ ഗവൺമെന്റിന്റെ പേരിൽ വാങ്ങിയിട്ടാണ് ഇവരെടുക്കുന്നത്. ആ പൈസ ഹലാലിൽ ഇപ്പോഴോ ഹറാമിലോ. അപ്പൊ ഗവൺമെന്റിന് മുസ്തഹിക്കാണോ? ഗവൺമെന്റ് അങ്ങനെ നിയമം കൊണ്ടുവന്നിട്ട് വാങ്ങണമെന്നില്ല, ഗവൺമെന്റിന് കൊടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഗവൺമെന്റിന്റെ കൊടുക്കൽ അത് ഗവൺമെന്റിന് മുസ്തഹിക്കാക്കൊണ്ടോന്ന് എന്റെ ചോദ്യം. അതൊക്കെ നൗഷാദാന്ന് എൻ്റെ നാടൻ മസാല വരേണ്ടത്. അത് മനസ്സിലായി. ഗവൺമെന്റിന് മുസ്തഹിക്കല്ലെങ്കിൽ അത് വാങ്ങാനും പാടില്ല. ആ സാധനത്തിന്റെ സമനം കൊടുക്കാനല്ലോ എനിക്ക് ബാധ്യതയുള്ളൂ. അതിലേക്ക് ഞാൻ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒക്കെ കള്ളക്കണക്ക് കാണിച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ എന്താക്കുന്നുണ്ട്, വാങ്ങിയിരുന്നു. ആ വാങ്ങേണ്ട നിർത്തിക്കല്ല പോലെ അത് അനധികൃതമായി പൈസ വാങ്ങലായി. കാല സയ്യിദ് സംഹോദി ഫി ഫത്താബാഹുൽ പറഞ്ഞാൽ മങ്കൂൽ ഫിൽ മദ്ഹബ്, മദ്ഹബിൽ മങ്കൂൽ എന്താണ്? കറാഹത്തുൽ അഖലി മിൻ യദിൽ മുതലത്തിഖി ബിൽ ഹറാം, ഹറാമ് കൊണ്ട് തിരങ്ങിയ കൈയുണ്ടല്ലോ എന്നുവെച്ചാൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈമൽ തിന്നൽ കറാഹത്താണ്. എപ്പോഴും തന്നത് ഹറാമിൻ്റെ അതിനാണ് എന്ന് ഇല്ലാത്ത കാലത്തോളം കറാഹത്തോട് മതിയാക്കും. കാരണം വേറെ സ്വത്തുണ്ടാവുമല്ലോ. മുജറദുൽ കറാഹത്തി
വെറും കറാഹത്ത് എന്നുള്ളത് ലായക്തലിൽ മുആഖദത ഫിൽ ആഖിറ, ആഖിറത്തിൽ അവനെ പിടികൂടല്ല തേടൂല. മാഅദമിൽ ഇൽമി, അറിവില്ലാത്തത് കൊണ്ട്. വദലാലത്തുൽ യദി അലൽ മുൽക്കി, അതുപോലെ തന്നെ ആ അധികാരത്തിൻ്റെ മേൽ മണിക്കൊരു അധികാരം ഉണ്ടല്ലോ. വഖദ് ഇസ്തദല്ല ഫീ ശറഹിൽ മുഹദ്ദബിലി അൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു വഗൈറുഹും ബിദലാലത്തിൽ യദി അലൽ മിൽക്കി, അവൻ്റെ കൈമിലുണ്ടാവുക എന്നുള്ളത് മിൽക്കിൻ മീനും അറിയിക്കുന്നുണ്ട്. അതായത് ഒരാളെ പൈസ ഒരാളെ കൈമ വന്നത് എന്താക്കുക, ചിലപ്പോൾ കട്ടെടുത്തതും ആവാമല്ലോ, പക്ഷേ കൈവശം എന്നുള്ളത് നിങ്ങൾ തന്നെയാണെന്ന് അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും, നിങ്ങളുടെ മൊബൈലാണെന്ന് ഞാൻ വിചാരിക്കണം. വേറെ ആളെ എനിക്കൊരു മൊബൈലാണ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് ഇതല്ല. അതാ കമാ നക്കലഹുൽ അസ്ഹാബ്, എന്താ മിൻ അന്ന മൻ അക്സറു മാലിഹിൽ ഹറാം, ഒരാളെ കൂടുതൽ മുതലും ഹറാമാണ്. ഇദാലം നതഹഖഖ അന്ന മാ ബാഅഹു മിനൽ ഹറാം, ഇവനിക്ക് വിറ്റ സാധനം ഉണ്ടല്ലോ അത് ഹറാമിൻ്റെ അയിനാണ് എന്നറിയാത്ത കാലത്ത് എല്ലാ തെഹർ മുമ്പായോ ഒരാ കാടിൻ്റെ കച്ചവടമെന്ന് വിചാരിക്കപ്പോൾ അപ്പുറത്തൊന്നും ഒരു ആടിനെ കട്ടുകൊണ്ടാന്നിട്ട് അതേ ആടിനാണ് നിങ്ങൾക്ക് വിറ്റതെങ്കിൽ ഹറാമിൻ്റെ അയിനാണെന്ന് മനസ്സിലായില്ലേ, അത് പറ്റൂല. അതാ പറഞ്ഞു ലാ തഹർമു, അല്ലാത്ത കാലത്തോളം ഇദാലം നതഹഖഖ അന്ന മാ ബാഅഹു മിനൽ ഹറാം ലാ തഹർമു മുബായത്തുഹു, അവിടെ ബൈഇ ഹറാമില്ല. എന്തുകൊണ്ട്? ലീംഖാനൽ ഹലാലി, ഹലാൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. മാതുമ ദലീലിൻ, ഇത് ഹറാമാണെന്നുള്ള ദലീലുമില്ല. വലാകിൻ യുക്റ, അതുകൊണ്ടാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ഖൗഫൻ മിനൽ വുഖൂഇ ഫിൽ ഹറാം, ഹറാമിൽ പെട്ടുപോകുമ്പോൾ ഒരു സാധ്യത ഉണ്ടല്ലോ അവിടെ. ഇത് മനസ്സിലാകുന്നില്ല? എന്താ ഹലാലും ഹറാം മുതൽ അനിവാര്യം തന്നെയാണ്. ഇനി ഒരങ്ങാനി പറയാൻ പോകുന്നു. വഅമ്മൽ ഫർജിനെ കാക്കൽ എങ്ങനെയാണ്? ഫഹഫദുഹു അൻ കുല്ലി മാ ഹറമല്ലാഹു തആല, അല്ലാഹു തആല ഹറാമാക്കി എല്ലാത്തിനെ തൊട്ട് നീ കാക്കണം. വഖുൻ കമാ ഖാലല്ലാഹു തബാറക വതആല വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഫർജുകളെ കാക്കുന്നവരാണ് എന്നത് മുഅ്മിനീങ്ങളെ പറ്റി. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇനി പറയുന്നത് ഫർജ് കാക്കാൻ എന്തേ മാർഗമുള്ളൂ? ഹറാമിനെ കാണാതിരിക്കുക, അതിനെപ്പറ്റി ചിന്തയെ കൊടുക്കാണ്ട് എന്നാൽ അങ്ങോട്ട് മറന്നോളൂ. അതാ വലാ തസിലു ഇലാ ഹിഫ്ദിൽ ഫർജി ഇല്ലാ ബി ഹിഫ്ദിൽ ഐനി അനിൻ നളർ, കണ്ണിനെ തൊട്ടിട്ട് അല്ല നോക്കലിനെ തൊട്ട് കണ്ണിനെ കാക്കൽ കൊണ്ടല്ലാതെ അടുത്തേക്ക് എത്തൂല. ഇല്ല പിക്ചറും മുഹറമായ കാഴ്ചയും നോക്കി കഴിഞ്ഞാൽ എന്താക്കും? ആ കൽബിൽ കിടക്കും. അതുപോലെ വഹിഫുദിൽ കൽബി അനിൽ ഫിക്കർ, അതിൽ ഫിക്കർ ചെയ്യലിനെ തൊട്ടെന്താക്കും? കൽബിനെയും കാക്കണം. ഇനി മൂന്നാമത്തെന്തോണം? വഹിഫുദിൽ ബാത്തിനെ അനി ശുഭ, ശുഭത്തിനെ തൊട്ട് ബാത്തിന് കാക്കണം. എല്ലാം എന്താക്കും? എല്ലാ കുറ്റകൃത്യത്തിനും എന്താക്കും? ഇതിന് പ്രചോദനം ഉണ്ടായിത്തീരുന്ന വാനി ഷിബഹി, അതുപോലെ വയറ് നിറക്കലിനെ തൊട്ടു. ഫഇന്ന ഹാദിഹി മുഹർരികാതു ശഹവ, ഷഹവാത്തിന് ഇളക്കി വിടുന്ന കാര്യമാണ്. മഗാരിസുഹ, അത് മുളക്കുന്ന സ്ഥലവുമാണ്. അപ്പം എന്തെല്ലാം പറഞ്ഞ്? ഒന്ന് കണ്ണ് കാക്കുക, ഒന്ന് കൽബിനെ ഫിക്കർ ആക്കുക, പിന്നെ ശുബഹാത്ത് കൊണ്ട് നിറക്കാതിരിക്കുക, വയറ് നിറക്കൽ മൊത്തത്തിൽ. അത് വേഗം പറഞ്ഞ് തീർത്ത്. വഅമ്മൽ യദാനി, രണ്ട് കൈ. ഫഹ്ഫദ്ഹുമാ അൻ തദ്രിബ ബിഹിമാ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ അടിക്കലിനെ തൊട്ട് നീ കാക്കണം. അല്ലെങ്കിൽ സാധനം എടുക്കലതാ ഔ തത്തനാവല ബിഹിമ മാലൻ ഹറാമൻ, അല്ലെങ്കിൽ ഒരു ഹറാമായ മുതൽ ആ കൈ കൊണ്ട് എടുക്കലിനെ തൊട്ട്. ഔ തൂതിയ ബിഹിമ അഹദൻ മിൻ ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലയുടെ പടപ്പുകളിൽപ്പെട്ട ആരെങ്കിലും നിൻ്റെ രണ്ട് കൈ കൊണ്ട് ബുദ്ധിമുട്ടാക്കാതിരിക്കുക. ഔ തഹൂന ബിഹിമ മുസ്ലിമൻ ഫി അമാനത്തിൻ, ഒരു മുസ്ലിം ഒരു അമാനത്ത് ഏൽപ്പിച്ചാൽ ആ കൈ കൊണ്ട് അതെടുത്ത് മാറ്റി ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മാറ്റി അതിൽ നല്ല ലിങ്ക് എടുത്തിട്ട് ഇപ്പുറം വെച്ച്, കൈയിൻ്റെ പ്രവർത്തനമാണല്ലോ. ഔ വദിയത്തിൻ, അല്ലെങ്കിൽ വദിയത്ത് വെച്ച സാധനത്തിൽ. അല്ലെങ്കിലും ഔ തക്തുബ ബിഹിമ മാലാ യജൂസുൻ നുതുഖു ബിഹി, പറയാൻ പാടില്ലാത്ത കാര്യം എഴുതലും എന്തായി? കൈയിൻ്റെ പണിയായി. അപ്പോൾ ഒന്നാണെങ്കിൽ നാവിൻ്റെത്, അല്ലെങ്കിലോ കൈയിൻ്റെ. ഫഇന്നൽ ഖലമ അഹദുൽ ലിസാനൈനി എന്നുണ്ട്. പേന എന്നുള്ളത് രണ്ട് നാവിൽപ്പെട്ട ഒരു നാവായി. അതുകൊണ്ട് ഫഹ്ഫദിൽ ഖലമ അമ്മാ യജിബു ഹിഫ്ദുൽ ലിസാനി അൻഹു. അപ്പോൾ വാട്സപ്പിലെല്ലാം അയച്ചിട്ട് അക്കിലെന്താ കൈകൊണ്ടല്ലേ? അതെല്ലാം കൈക്ക് പണി പറ്റി. ഇനി വഅമ്മർ റിജിലാനി, ഇനി രണ്ട് കാല് പറയാം. ഇവിടെ നിന്നുണ്ടാ ഫഹ്ഫദ്ഹുമാ അൻ തംശിയ ബിഹിമാ ഇലാ ഹറാമിൻ, ഹറാമായ ഒരു കാര്യത്തിലേക്ക് രണ്ട് കാലം ഉപയോഗിച്ച് നടക്കലിനെ തൊട്ട് കാക്കുക. ഔ തസ്ആ ബിഹിമാ ഇലാ ബാബി സുൽത്താനിൻ ളാലിമിൻ, ഒരല്ലെങ്കിൽ ലാലിമായ സുൽത്താൻ്റെ ബാബിക്കലേക്ക് ഇങ്ങനെ
അതുകൊണ്ട് നടന്നു പോവുക. അത് മറ്റത്തെ ആദ്യത്തെ ആമിലത് വിട്ട് ഇത് ഹറാമിലേക്ക് എന്ന് പറഞ്ഞതിൽ ഫൽ മഷി വില സലാത്തീനിൽ ലലമത്തി മിൻ ഗൈരി ലറൂറത്തിൻ വൈർഹാഖിൻ മഅസിയത്തുൻ. സുൽത്താൻമാരിലേക്ക് ലാലിമീങ്ങളായ സുൽത്താൻമാരിലേക്ക് പോക്ക് അത് ലറൂറത്തില്ലാത്ത കാലത്തോളം, അതുപോലെ പോയാലേ പറ്റൂ എന്നുള്ള സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ മഅസിയത്തുൻ, അത് കുറ്റകരമാണ്. ഫഇന്നഹു എന്തുകൊണ്ട് അതങ്ങോട്ട് ഇപ്പോൾ തവാദുഅൻ വൈക്രാമുല്ലഹും ഈ ലാലിമീങ്ങളെ ആദരിക്കലായിട്ട് മാറും. വഖദ് അമറല്ലാഹു തആല ബിൽ ഇറാദി അൻഹും അവർ അവഗണിക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. മാത്രമല്ല വഹുവ തക്സീറുള്ളി സവാദിഹിം അവരെ പാർട്ടിനെ എണ്ണം കൂട്ടലുമാണ്. ഇന്നാളെല്ലാം പോകുന്നുണ്ട്, ഇപ്പോൾ എന്നാൽ പിന്നെ നമുക്കെന്താ ഉണ്ടാ പറ്റാത്തത് എന്ന് ചോദിക്കൂലേ. വയാനത്തുല്ലഹും അലാ ദുൽമിഹിം അവരെ ദുൽമിൻ്റെ മേൽ സഹായിക്കലുമാകും. അപ്പോൾ ഫൈൻഖാന ദാലിക സബബല്ലി തലബി അംവാലിഹിം അവരെ മുതൽ കിട്ടലിലേക്കുള്ള സബബാണെങ്കിലോ ഫഹുവ സഅയുൻ ഇലാ ഹറാമിൻ, അപ്പോൾ ഹറാമിലേക്കുള്ള ഒരു പോക്കായി മാറി. വഖദ് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവാദഅ ലി ഗനിയ്യിൻ സാലിഹിൻ ലിഗിനാഹു ദഹബ സുലുസാ ദീനിഹി. ഒരു ഗനിയ്യൻ ഒരാൾ വിനയം കാട്ടി, പക്ഷെ ആൾ സാലിഹാണ്. വിനയം കാട്ടിയത് സലാഹിന് വേണ്ടിയാണോ ഗിനക്ക് വേണ്ടിയാണോ? തിരിയുന്നില്ല. ലിഗിനാഹു അവൻ്റെ ഗിനക്ക് വേണ്ടിയിട്ടാണ് തവാദു ചെയ്തത്. എന്നാൽ അവൻ്റെ ദീനിലുള്ള 2/3 ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്നവർ. അല്ല അയാൾ പണം നോക്കുന്നില്ല, എന്തോ ആയിക്കോട്ടെ, അയാൾ നല്ലൊരു സാലിഹായ വ്യക്തിയാണ് എന്നുള്ള നിലക്ക് പറഞ്ഞാൽ നീയത്ത് ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, അത് ഇനം മാറി. വഹാദ 2/3 പോയി എന്ന് പറഞ്ഞത് ഫി ഗനിയ്യിൻ സാലിഹിൻ സാലിഹായ ഗനിയിലാണെങ്കിൽ ഫമാ ലന്നുക ബിൽ ഗനിയ്യിൽ ലാലിമി ലാലിമായ ഗനീനെ പറ്റി പിന്നെ എന്താ നീ വിചാരിക്കുന്നു? ഇർഹാഖ് എന്ന് പറഞ്ഞാൽ ലറൂറത്തിൻ ലസിമത്തുഹൂൻ, ഒരു ലറൂറത്ത് വന്നത് കൂടാണ്ട് കഴിയൂലാന്ന്. വഹമലത്ത് വല ഖശിയാനി സലാത്തീനിൽ ലലമത്തി അവൻ ഉവ്വാബിഹിം അല്ലെങ്കിൽ അതുകൊണ്ടെന്തായി ലാലിമായ സുൽത്താൻമാരിലേക്ക് പോക്ക് അല്ലെങ്കിൽ അവർ പകരമാക്കിയ ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവരിലേക്ക് പോക്ക് അവർക്ക് നിർബന്ധമായി വന്നാൽ ഒഴികെ. അതാ ഫീ മിസ്ൽ ഖൗലിഹി തആല വലാ തർകനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. ആരാണോ ദുൽമ ചെയ്തത് അവരിലേക്ക് നിങ്ങൾ അനുകൂലിക്കാൻ പാടില്ല, അപ്പം നരകം നിങ്ങളെയും തൊടുന്നതാണ്. എന്താ വഖൗലിഹി തആല ഫഅഇദ് അമ്മൻ തവല്ലാ അൻ ദിക്രിനാ. നമ്മൾ ദിക്റിനെ വിട്ട് അവഗണിച്ച ഒരാളെ നിങ്ങൾ അവഗണിച്ചുകൊള്ളണം എന്നാണ് കൽപ്പന. വഅലൽ ജുംല മൊത്തത്തിൽ പറയാ, ഇത്ര നേരം എല്ലാ അംഗങ്ങളെയും എണ്ണി. ഫഹറകാതുക വസകനാതുക ബിഅലായിക നിൻ്റെ അംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിൻ്റെ പ്രവർത്തനങ്ങളും അനങ്ങലും അടങ്ങലുമെല്ലാം നിഅമത്തും മിൻ നിഅമില്ലാഹി തആല അലൈക് നിൻ്റെ മേലിൽ അല്ലാഹു തആല ചെയ്ത വലിയൊരു നിഅമത്താണത്. അതുകൊണ്ട് ഫലാ തുഹർരിക് ശൈഅൻ മിൻഹാ അംഗങ്ങളിൽപ്പെട്ട ഒന്നും ചലിപ്പിക്കരുത് ഫീ മഅസിയത്തില്ലാഹി അസ്സ വജല്ല അല്ലാഹുവിൻ്റെ മഅസിയത്തിൽ ചലിപ്പിക്കാൻ പാടില്ല. വസ്തഅമിൽഹാ ഫീ ത്വാഅത്തില്ലാഹി തആല അല്ലാഹുവിൻ്റെ താഅത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ഇനി വഅലം നീ അറിയണം അന്നക ഇൻ കസ്സർത നീ ഇതിൽ ഉപേക്ഷ വരുത്തിയാൽ ഫഇലൈക യർജിഉ വബാലുഹു അതിൻ്റെ നഷ്ടം അതിൻ്റെ കാലക്കേട് നിന്നിലേക്ക് മടങ്ങും. വഇൻ ശമ്മർത നീ വീഴ്ച വരുത്താതെ നീ ഉത്സാഹിച്ച് പ്രവർത്തിച്ച് ഇതല്ല ഇൻ കസ്സർത്താൻ്റെ ഇതിൽ ഫഇലൈക തഊദു സമറത്തുഹു അതിൻ്റെ ഗുണഫലങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തും. എന്നല്ലാണ്ട് വല്ലാഹു ഗനിയ്യുൻ അൻക അള്ളാഹു നിന്നെ തൊട്ട് ഗനിയാണ് വഅൻ അമലിക നിൻ്റെ അമലും അള്ളാഹു തആലക്ക് വേണ്ട. വഇന്നമാ കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഓരോ നഫ്സുകളും എന്ത് പ്രവർത്തിച്ചുവോ അതിൻ്റെ പണയം വെക്കപ്പെടുമെന്ന്. ഖൈറാണെങ്കിൽ ഖൈറിന്, ഷർറിനാണെങ്കിൽ ഷർറിന്. ഇനി മൂപ്പറ പറയുന്നത് അള്ളാഹു ഗഫൂറുർ റഹീമാന്ന് നമുക്ക് നല്ല ഭാവനയാണ് അള്ളാഹിനെ പറ്റി ഉള്ളത്. ഗഫൂറുർ റഹീമാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ദോഷം ചെയ്യാം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം ഇന്നല്ലാഹു ഗഫൂറുർ റഹീം അതല്ലേ. അതിന് മറുപടിയാണ് പറഞ്ഞത് വയ്യാക അൻ തഖൂല ഇന്നല്ലാഹ തആല കരീമുൻ റഹീമുൻ യഗ്ഫിറു ദുനൂബൽ ഉസാത്തി എല്ലാ ദോഷികളെ ദോഷവും പൊറുക്കുന്ന കരീമും റഹീമുമാരാണ് അള്ളാഹു തആല അല്ലേ. ഒന്നാമത്തെ മുഖദ്ദിമ ഇത്. ഫഇന്ന ഹാദിഹി കലിമത്തു ഹക്കിൻ ഹക്കായ കലിമത്താണ്. പക്ഷെ പറച്ചിലുള്ള ഉദ്ദേശം ഒരീദ ബിഹ ബാത്തിൽ ഒരു ബാത്തിലിനെയാണ് അതുകൊണ്ട് കരുതിയത്. വസാഹിബുഹ അതിൻ്റെ സാഹിബുണ്ടല്ലോ ആ കലിമത്ത് പറഞ്ഞ സാഹിബ് അയാൾക്ക് നല്ലൊരു ലഖബ് കൊടുക്കണം. മൂലക്കബും ബിൽ ഹമാക്ക ഹംക്ക് എന്നെന്താക്കണം അയാൾക്ക് പേര് കൊടുക്കണം.
അല്ല കരീമെന്ന് പറഞ്ഞ വകയിലല്ല. ഈ അള്ളാഹു കരീമാണ് എന്ന് പറഞ്ഞ ഈ വാക്കുകൊണ്ട് ഇയാൾ ദോഷത്തിനുള്ള പ്രചോദനം ഉദ്ദേശിക്കുന്നു. എന്താ ഹമാക്കത്തോടെ ബി തൽഖീബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്താക്കിയത് ആ ലഖബ് കൊടുത്തത്. ഹൈസുക്കാല അൽ കയ്യിസു മന്ദാന നഫ്സഹു എന്ന് പറഞ്ഞു. ബുദ്ധിജീവി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അയാൾ ആരാണ്? അവൻ്റെ നഫ്സിനെ ദീനിന് വിധേയമാക്കി ഒരു അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമാക്കി ജീവിച്ചൊരാണ് അയാളാ ബുദ്ധിമാൻ. വാമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള അമലും ചെയ്യണം. എന്താണ്? ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. വൽ അഹ്മഖു, കയ്യിസിൻ്റെ നേരെ ബിരുദം. അഹ്മഖ് എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവൻ്റെ നഫ്സിനെ തടിഹവാൻ്റെ പിന്നാലെ ഉരിയിളക്കി പിന്തുടർന്ന് വിട്ട്. എന്നിട്ടോ വതമന്ന അലല്ലാഹിൽ അമാനിയ, അള്ളാഹിൻ്റെ മേലിൽ പല വ്യാമോഹങ്ങളും വെച്ച് കെട്ടി അള്ളാഹ് അങ്ങനെയാക്കും ഇതിങ്ങനെയാക്കും അള്ളാഹ് റഹ്മത്താന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം റജാഗൽ അമാനിയെന്ന്. എന്നാൽ പിന്നെ മൂപ്പർ ചോദിക്കുന്ന വാല മന്ന കൗലക്ക ഹാദ, നിൻ്റെ ഈ കൗലുണ്ടല്ലോ യുലാഹി കൗല മൻ യുരീദു അൻ യസീറ ഫഖീഹൻ ഫി ഉലൂമുദ്ദീൻ, ദീനിൻ്റെ ഉലൂമിൽ നല്ലൊരു ഫഖീഹാകണമെന്നാണ് ഒരാൾ ആഗ്രഹം ഇങ്ങനെ പറയുന്നു. മോഷ്തകലബിൽ ബാത്താൽ, പക്ഷെ പഠിക്കാനും പോകില്ല, എഴുതുകയും ചെയ്യില്ല, വായിക്കുകയും ചെയ്യില്ല, പഠിക്കാണ്ട് പരിക്കരിക്കുക. എന്നിട്ടോ ഖിളർ അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഇൽമു കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ അള്ളയും ഖിളർ അലൈഹിസ്സലാമിൻ്റെ അള്ളയും എൻ്റെ അള്ളയും ഒന്ന് തന്നെയല്ലേ, എന്തുകൊണ്ട് ഖിളർ നബിക്ക് കൊടുക്കാമെന്ന് എനിക്ക് കിട്ടൂലെന്നും. വഖാല ഇന്നല്ലാഹ കരീമുൻ റഹീമുൻ ഖാദിറുൻ അലാ യുഫീദ അലാ ഖൽബി മിനൽ ഉലൂം, അള്ളാഹു തആല ഉലൂമിനാൽ എൻ്റെ കൽബിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു തരും. മാ അഫാദഹു അലാ ഖുലൂബി അംബിയാഇഹി, അംബിയാക്കളുടെ കൽബിൽ ഒഴിച്ചതുപോലെ. മിൻ ഗൈരി ജുഹദിൻ വ തക്റാറിൻ വ തഅലീഖിൻ, ഒന്നും അധ്വാനിക്കുകയും വേണ്ട, ഒന്ന് ആവർത്തിച്ച് പഠിക്കുകയും വേണ്ട, ഒന്ന് എഴുതി വെക്കുകയും വേണ്ട. അപ്പോൾ അംബിയാക്കൾക്ക് അള്ളാഹു തആല കൊടുത്തങ്ങില്ലേ, അതുപോലെ തന്നെ ആയിക്കൂടെ അല്ലേ? ആ പറഞ്ഞ വാക്ക് പോലെയാണ്. നീ വിഡ്ഢിയായിട്ട് തന്നെ കിടക്കും. ഫഹുവക കൗലി മൻ യുരീദു മാലൻ, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുന്നത്, മുതൽ ഉദ്ദേശിക്കുന്ന ഒരാൾ വ തറക്കൽ ഹിറാസത്ത, കൃഷി ചെയ്യാനും പോകില്ല, ഒത്തിജാറത്ത കച്ചവടം ചെയ്യാനും പോകില്ല, വൽ കസബ മറ്റ് ജോലിയും ചെയ്യൂല, വത്തഅത്തല ഓൻ മുടക്കാനായിട്ട് എന്താക്കി അടങ്ങി കടന്നു. എന്നിട്ടോ ഇന്നല്ലാഹ കരീമുൻ, അല്ലാഹു കരീം, വലഹു ഖസായിനു സ്സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ ഖസാന അവൻ്റെ കയ്യിലാണ്. വഹുവ ഖാദിറുൻ അലാ യുത്ലിഅനി അലാ കൻസിൻ മിനൽ കുനൂസ്, എവിടെയെങ്കിലും നിധി ഉണ്ടെങ്കിൽ അത് എനിക്ക് അറിയിച്ചു തരാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ? അപ്പം എന്താക്കും? ഫാസ്തഗ്നിയ ബിഹിൽ കസ്ബി, എന്നാൽ പിന്നെ ആ നിധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട? അധ്വാനിക്കാൻ പോണ്ട അല്ലേ? അങ്ങനെ നിധി കിട്ടുമോ? ഫഖദ് ഫഅല ദാലിക ബിബഅദി ഇബാദിഹി, ചില അടിമകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ അടിമനെ പോലെ ഞാനും ആയിക്കൂടെ? ഫഅൻത ഇദാ സമയത്ത കലാമ ഹാദൈനി റജുലൈനി, നമ്മൾ ഉദാഹരണമായി പറഞ്ഞ ഈ രണ്ട് വ്യക്തികളെ കലാമ് നീ കേട്ടാൽ ഇസ്തഹമഖതുഹുമാ, അവർ രണ്ടാളെയും ഹംകാന്ന് നീ പറയൂലേ? രണ്ടാളെയും വസഖിർത മിൻഹുമ, രണ്ടാളെയും കണ്ട എനിക്ക് പരിഹാസം തോന്നൂലേ? പക്ഷെ വൈകാനമാ വസഫാഹു, അവർ രണ്ടാളും പറഞ്ഞിട്ടുണ്ട് മീൻ കറമില്ലാഹി വ ഖുദ്റത്തിഹി, അള്ളാഹ്ക്ക് കറമുണ്ട്, അള്ളാഹ്ക്ക് ഖുദ്റത്തുണ്ട് എന്ന് പറഞ്ഞത് ഹക്കം വസിദ്ക, അത് യാഥാർത്ഥ്യം തന്നെ. വകദാലിക, ഇതുപോലെയാണ് യൽഹഖു അലൈക അർബാബുൽ ബസായിരി ഫിദ്ദീനി, ദീനിൽ ബസീറത്തുള്ള ആളുകൾ നോക്കിച്ചിരിക്കും എപ്പോൾ? ഇദാ തലബത്തൽ മഗ്ഫിറത മിൻ ഗൈരി സഅയിൻ ലഹാ, അതിന് വേണ്ടി ഒരു അധ്വാനവും ചെയ്യാതെ കണ്ട് മഗ്ഫിറത്തിങ് വന്നോളും എന്ന് വിചാരിക്കുന്ന ആളെ പറ്റിയിട്ട് വല്ലാഹു തആല യഖൂലു ലക, അല്ലാഹ് പറയുന്നു വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, നാടാ മനുഷ്യൻക്കുണ്ടോ അവൻ അധ്വാനിച്ചല്ലാതെ? അപ്പോൾ അധ്വാനത്തിൽ കൂടി അവൻ നേടിയെടുക്കണമെന്നില്ല ഇപ്പോൾ പറഞ്ഞു വന്നത്. വയഖൂലു അസ്സ വജല്ല ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്താണോ അമൽ ചെയ്യുന്നത് അതിനാണ് പ്രതിഫലം കൊടുക്കുക. വയഖൂലു അല്ലാഹു അസ്സ വജല്ല ഇന്നൽ അബ്റാറ ലഫീ നഈം, അബ്റാർ നിങ്ങൾ നഈമിലാണ്. അബ്റാർ എന്ന് പറഞ്ഞാൽ പണ്ട് ബിറിൻ്റെ താരീഫ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിന്നതുകൊണ്ട് ബിറാവൂല. താഴെ പറയുന്ന വിശ്വാസങ്ങൾ, മാലിയായ പ്രവർത്തനങ്ങൾ, നമസ്കാരങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോമ്പിൻ്റെ മുമ്പ് ഓതിയിട്ടുണ്ട്. അതാണ് അബ്റാർ, അവരൊക്കെയാണ് നഈമിൽ. അപ്പം വഇദാ ലം യത്റുക്കിൽ നിസാനു സഅയ ഫീ തലബിൽ ഇൽമി വൽ മാലി,
ഒരു മനുഷ്യന് ഇൽമിനെ തേടുന്ന വിഷയത്തിൽ, മാലിനെ തേടുന്ന വിഷയത്തിൽ അധ്വാനം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഏത്തിമാദിനല കറമിഹി അസബജല്ല, അള്ളാഹിൻ്റെ കറമിനെ നമ്മൾ ഏത്തിമാദും ചെയ്തിട്ട് എന്നാൽ ഫകദാലിക്കൽ ആയത്തുറുക്ക തസബൂദലിൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ തസബൂദുണ്ടല്ലോ, ആഖിറത്തിലേക്കുള്ള കോള് തയ്യാറാക്കല്, അതും ഒഴിവാക്കാൻ പാടില്ല. ഇൽമിനെ തേടുന്ന വിഷയത്തിലും മാല് തേടുന്ന വിഷയത്തിലും ഇവൻ അധ്വാനം ഒഴിവാക്കിയിട്ടില്ല. ഇതിനെ ഒഴിവാക്കുന്ന അള്ളാഹിൻ്റെ കറമിനുള്ള ഏത്തിമാദം ചെയ്തിട്ട് എന്നാൽ പിന്നെ ആഖിറത്തിലേക്കുള്ള തസബൂദും അതും ഒഴിവാക്കാൻ പാടില്ലല്ലോ. എന്നാ വാലാ തഖ്തറ ഫഇന്ന റബ്ബൻ ദുന്യാവല്ലാഖിറത്തി വാഹിദുൻ, ദുന്യാവിൻ്റെ റബ്ബും ആഖിറത്തിലെ റബ്ബും ഒന്നല്ലേ എന്നുള്ളത് നിന്നെ വഞ്ചനയിൽ കൊടുക്കണ്ട. വഹുവ ഫീഹിമാ കരീമുർ റഹീമുൻ, അതേ റബ്ബ് ദുന്യാവിലും ഇരു വീട്ടിലും കരീമുമാണ് റഹീമുമാണ് എന്നതും നിന്നെന്താക്കണ്ട, ചതിപ്പെടുത്തണ്ട. വലൈസ യസീദു ലഹു കറമ്പൻ ബി മുഅനിക, നിൻ്റെ അധ്വാനിച്ചു എന്ന് വെച്ചിട്ട് അള്ളാഹു തആലാക്ക് കറം ഏറുന്നില്ല. അള്ളാഹിൻ്റെ കർമ്മ അടുത്തുണ്ട്. പക്ഷേ ഇത് കൊടുക്കലായിരിക്കും ഇന്ന ആ പറഞ്ഞ പണിയെടുത്താൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈന്നമാ കറമുഹു, അള്ളാഹിൻ്റെ കറം അൻയുസഹീല അലൈക തരീഖൽ വുസൂലി ഇലൽ മുൽക്കിൽ മുഖീം, കാലാകാലം നിലനിൽക്കുന്ന ഒരു മുൽക്കുണ്ടല്ലോ, പരലോകം, അതിലേക്ക് ചേരുവാനുള്ള മാർഗം എളുപ്പമാക്കി തരുന്നത് അള്ളാഹിൻ്റെ ഇതാണ്, കർമ്മാണ്. അൽ മുഖല്ലദി ബിസ് സബിരി, അതാ ബിസ് അൽ മുഖല്ലദി, കാലകാലമുള്ള മുൽക്ക്. അതെങ്ങനെ സംഭവം? ബിസ് സബരി അല തർക്കി ഷഹവാത്തി അയ്യാമൻ ഖലായിൽ, ഏതാനും ദിവസങ്ങൾ നിൻ്റെ ഷഹവാത്ത് ഒഴിവാക്കിൻ്റെ മേൽ സബൂർ ചെയ്യലുകൊണ്ട് എളുപ്പമാക്കി തരും. വഹാദ നിഹായത്തുൽ, അത് തന്നെ പോരെ കറമാകാൻ, അള്ളാഹ് കരീം എന്ന് പറയാൻ അത് കറമായിട്ട് പോരെ. ഫലാ തുഹദ്ദിസ് നഫ്സക ബി ഹൗസാത്തിൽ ബത്താലീൻ, ബത്താലീങ്ങളെന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ പണിയെടുക്കൂല, ആഖിറത്തിൻ്റെ പണിയെടുക്കൂല, ഇങ്ങനെ വെറുതെ സമാനങ്ങൾ തീർക്കുക, ആയുസ് വെറുതെ പോവുക. അവരുടെ പിച്ചും പെയും കേട്ട് നീ എന്ന് മനസ്സിലൊന്നും വെക്കണ്ട. വഖ്തദി ബി ഉലിൽ ഹസ്മി വന്നുഹാ മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന വസ്സാലിഹീൻ, അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങളുടെ ആ ബുദ്ധിജീവികളെ ഞാൻ പിന്തുടരേണ്ടത്. വലാ തത്മഅ ഫീ അൻ തഹസുദ മാ ലം തസ്റ, നീ കൃഷി ചെയ്യാത്ത ഒന്ന് കൊയ്തെടുക്കുമെന്ന് ആഗ്രഹമേ വെക്കണ്ട. വലൈത മൻ സല്ല വസാമ വജാഹദ വത്തഖാ ഗുഫിറ ലഹു, അപ്പോൾ ഒരാൾ നിസ്കരിച്ച് നോമ്പ് നോറ്റ് മുജാഹദ തഖ്വ ചെയ്താൽ പുറത്തു കൊടുക്കപ്പെടുമെന്നെന്താക്കുക, ആഗ്രഹിക്കാം. ഇനി നടക്കട്ടെ. വഹാദിഹി ജുമലു മാ യംബഗി അൻ തഹഫദ അൻഹു ജവാരിഹക ലാഹിറ, ലാഹിറായ നിൻ്റെ അംഗങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കൽ അനിവാര്യമായ കുറേ അംഗങ്ങളും അതിൻ്റെ മസ്തലയും പറഞ്ഞു. അതുകൊണ്ട് തീർന്നിട്ടില്ല. വഅമാലു ഹാദിഹിൽ ജവാരിഹി, ഈ അംഗങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്നമാ തതറശഹു മിൻ സിഫാത്തിൽ കൽബി, കൽബിൻ്റെ സിഫാത്ത് നോക്കിയിട്ടാണ് പുറത്തു വരിക. കൽബ് ഇതിങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അംഗങ്ങളെ അത് ചെയ്യിപ്പിച്ചേ വിടൂ. അതുകൊണ്ട് കൽബ് അത് ശരിയാക്കണം. അവിടുന്ന് ഓർഡർ. ഫഇൻ ഖുൽത ഐനൽ ഗലതു ഫീ ഖൗലിൽ ലുസാതി വൽ ഫുജ്ജാരി ഇന്നല്ലാഹ കരീമുൻ വഇന്നാ നർജു റഹ്മതഹു വമഗ്ഫിറതഹു, എന്താ ഈ പറയുന്നതിനെ പറ്റി മൂപ്പർ എതിർത്തില്ലേ? എവിടെ തെറ്റ് കിടക്കുന്നത്? ഫാജിരീങ്ങളും ആശികളുമായ കൂട്ടർ അള്ളാഹു കരീമാണ്, നമ്മളുടെ മഗ്ഫിറത്ത് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? എന്താ വഖദ് ഖാല അന ഇൻദ ലന്നി അബ്ദി ബി ഫൽയദുന്നബി ഖൈറാ എന്നൊരു ഹദീസില്ലേ അള്ളാഹു പറയുന്നതായിട്ട്, എൻ്റെ അബ്ദ് എന്നെ കൊണ്ട് എന്ത് ലന്ന് വെച്ചുവോ അവിടെ ഞാനുണ്ട്, അതുപോലെ ഖൈർ വിചാരിച്ചോട്ടെ, നമ്മൾ ഖൈർ വിചാരിച്ചതേയുള്ളൂ. ഫമാ ഹാദാ ഇല്ലാ കലാമു സഹീഹുൻ, അത് സഹീഹായ കലാമു തന്നെ. മഖബൂലുല്ലാഹി ഫിൽ ഖുലൂബ്, കൽബുകളിൽ അത് സ്വീകാര്യത തോന്നുന്നുണ്ട്. പക്ഷെ എവിടെ തെറ്റ് കിടക്കുന്നതെന്ന്. ഫഅലം അന്ന ശൈത്താന ലാ യുഖബിൽ ഇൻസാന ഇല്ലാ ബി കലാമിൻ മഖബൂലില്ലാഹി മർദൂദുൽ ബാത്തിൻ. അണ്ടാ, ബാത്തിനെ തള്ളപ്പെടേണ്ടതും ലാഹിർ സ്വീകാര്യമായ കലാമ് കൊണ്ടാണ് ശൈത്താൻ എന്താക്കാൻ ബറാളെ കൊടുക്കൽ. ലാഹിർ തന്നെ തള്ളപ്പെടണമെങ്കിൽ ഇപ്പം അത് കൊടുക്കാൻ സാധിക്കില്ല. ഒരു മായം ചേർക്കണമെങ്കിൽ ലാഹിറിൽ എന്താക്കണം, മധുരവും അതിൻ്റെ മണവും എന്തെങ്കിലും ചേർക്കണ്ടേ, ഉള്ളിലല്ലേ? അതുപോലെയാണ്. വലൗല ഹുസ്നു ലാഹിരിഹി, അതിൻ്റെ ലാഹിറിൽ ഹുസ്ൻ ഇല്ലെങ്കിൽ എന്താകും? ലമൻ ഖദഅത ബിഹിൽ ഖുലൂബ്, ഖുലൂബുകൾ എന്താകൂല, ചതി കുടുങ്ങൂല, ആകർഷിക്കൂല. വലാകിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കശഫ, തങ്ങൾ തുറന്നു പറഞ്ഞു. ഫഖാല അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ആരാണത്?
ഒരു നിയമത്തിന് വിധേയമായിക്കൊണ്ട് നഫ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ട് മരണത്തിന് ശേഷമുള്ള അമൽ ചെയ്താക്കാന്ന് ബുദ്ധി അല്ലേ. വല്ലഹമ്മക്കും അന്നത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. തമന്നി എന്താണ്? ഉണ്ടാകാത്ത കാര്യം ആഗ്രഹിക്കൽ. ലൈതാ ശബാബം ബുഅഫസ്തറൈതു എന്ന് പറഞ്ഞു. അങ്ങാടിയിൽ യുവത്വം വാങ്ങാൻ കിട്ടുമെങ്കിൽ ഞാൻ എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങാമെന്ന് ഒരാൾ പറഞ്ഞു. ഇവിടെ അങ്ങാടി യുവയും മുഴുവനും കത്തണം മുതൽ വരുന്നിട്ടെ എന്താ സാധനം വേണ്ട, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട യുവത്വം കിട്ടണം. എത്ര പൈസ ഉണ്ട്? 1,00,000 കിട്ടുമോ? ഇതാണേത് തമന്നി എന്ന് പറഞ്ഞ സാധനം. അസ്ബാബെല്ലാം അള്ളാഹ് തോഫിക്കൊണ്ട് ഒരുക്കിയിട്ട് ഇതിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യുന്ന വെച്ചാൽ അതാ റജാ. അപ്പം നിൻ്റെ തമന്നിക്ക് എന്ത് പേര് പറഞ്ഞു? റജാ എന്ന് പേര് കൊടുത്തില്ല, തെറ്റുന്നു. മൂപ്പർ കണ്ടെത്തില്ല അങ്ങോട്ടേക്ക്. തമന്നി വേറെയാണ്, റജാ വേറെയാന്നു. വഹാദാ ഹുവ തമന്നി അലല്ലാഹി തആല, അള്ളാഹിൻ്റെ മേലിലുള്ള തമന്നിയാണ് നിന്നിലുള്ളത്. പക്ഷേ ഗയ്യറ ശൈത്താൻ ഇസ്മഹു, അതിൻ്റെ ശൈത്താൻ അതെങ്ങനെ പേര് മാറ്റിയിട്ട് ഫസമ്മാഹു റജാഅൻ എന്ന് പേര് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പോൾ ഉള്ളിലെ തമന്നിയും പുറത്ത് റജാവും. ഷജറത്തുൽ ഖുൽദ് എന്നാണ് ആദം അലൈഹി സ്വലാമിനോട് പറഞ്ഞത്. ഈ പഴങ്ങൾ തിന്നെങ്കിൽ കാലാകാലം എന്താക്കും? സ്വർഗത്തിൽ തന്നെ ജീവിക്കാമെന്ന്. സുമ്മ ഖദഅ ബിഹിൽ ജുഹാൽ, ആ പേര് മാറ്റി കൊടുത്തിട്ട് എന്താക്കി? ജുഹാലിങ്ങളെ കുടിക്കുന്നതാണ്. ചില മേത്തര കള്ളായിരിക്കും ഹംറ്, അതിന് പുതിയൊരു ഇംഗ്ലീഷ് പേര് കൊടുത്തക്കാൻ. എന്തായി? ആ പേര് നോക്കിയിട്ട് കുടിക്കൽ ഹലാലെന്ന് പറഞ്ഞു. അതെ അതെ. വഖദ് ഖാല അല്ലാഹു തആല ഫീ ശറഹി റജാ, റജായിനെ അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി, വിശ്വസിച്ചു ഹിജ്റ പോകണ്ടെങ്കിൽ പോയി അവൻ അല്ലാഹുവിന്റെ ഫീ സബീൽ മുജാഹദ ചെയ്തു എന്ന ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് റജാ വെക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞു. അന്ന റജാ ബിഹിം ജലീഖ്, റജാ അവർക്കാണ് ഏറ്റവും യോജിക്കുന്നത്. വഹാദാ ലിഅന്നഹു ദലീലുൻ അലാ അന്ന സവാബൽ ആഖിറതി അജ്റുൻ വജസാഉൻ അലൽ അമാൽ. അപ്പോൾ പരലോകത്തിലുള്ള കൂലിയും ജസാവൊക്കെ അമാലിൻ്റെ പകരമായിട്ടാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, തമന്നിക്കല്ല. ഖാല അല്ലാഹു തആല ജസാഅൻ ബിമാ കാനൂ യഅമലൂന വഖാല അല്ലാഹു തആല വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്ക് തരാനുള്ള അജ്റുണ്ടല്ലോ അത് പൂർണ്ണമായി നൽകൽ ഖിയാമത്ത് നാളിലാകുന്നു. അതാ ഖീലലിൽ ഹസൻ ബസരി തങ്ങളോട് ചോദിച്ച് ഖൗമുൻ യഖൂലൂന നർജുല്ലാഹ്, അള്ളാഹിനോട് നമുക്ക് വലിയ റജാകാണ്. യുളീഉനൽ അമൽ, അമലിനെ പാഴാക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? ഫഖാല ഹൈഹാത്ത ഹൈഹാത്ത, അത് നടക്കുന്ന കാര്യമല്ല. തിൽക അമാനിയുഹും, അത് അവരുടെ അമാനിയാണ്. അപ്പോൾ അമാനിയും റജാവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. യതറജ്ജഹൂന ഫീഹ, എന്നിട്ട് എന്താകും? അമാനിയിലാണ് ഓരെന്താക്കും? മുൻതൂക്കം കൊടുക്കുന്നത്. മർ റജാ ഷൈഅൻ, ഒരു സാധനത്തിന് റജാവ് വെക്കുകയാണെങ്കിൽ തലബഹു, അത് തേടിപ്പിടിക്കുമല്ലോ. വമൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു, ഒന്നിനെ തൊട്ടൊരാൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുമല്ലോ. അതാ വകമാ അന്നല്ലദീ യർജൂ ഫിദ്ദുന്യാ വലദൻ, ഒരാൾക്കൊരു മകനുണ്ടാകണം, ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. വഹുവ ബഅദു ലം യൻകിഹ്, ഇതുവരെ മംഗലം കഴിച്ചിട്ടില്ല, പിന്നെ ഇടുന്ന കുട്ടി ഉണ്ടാകലി. വഹുവ മഅതൂഹുൻ, അയാൾക്കെന്താകുന്നത്? ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന് പറയും. ഫകദാലിക മർറജാ റഹ്മത്തല്ലാഹി വഹുവ ലം യുഅ്മിൻ, ഒരാളുടെ റഹ്മത്ത്, അള്ളാഹിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നു, മോമിനായിട്ടില്ല. ഔ ആമന, അല്ലെങ്കിൽ വിശ്വസിച്ചു എന്നുണ്ട്. വലം യഅമൽ സാലിഹൻ, ഒരു സാലിഹ അമലും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഔ അമില, സാലിഹ അമൽ ചെയ്യുന്നുണ്ടെങ്കിലും വലം യത്റുക്കിൽ മാസിയ, കുറ്റകൃത്യങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ അവനാര്? ഫഹുവ മഗ്റൂർ. ഫകമാ അന്നഹു ഇദാ നകഹ വജാമഅ വഅൻസല, എന്നാലോ നിക്കാഹും ചെയ്ത് ജമാഅും ചെയ്ത് എല്ലാം ആക്കിയിട്ട് ബാക്കിയ മുത്തറദിദൻ ബൈനൽ ഖൗഫി വറജാഇ ഫിൽ വലദ്, ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ഒരു നിലക്ക് നോക്കുമ്പോൾ ഖൗഫുണ്ട്, ഒരു നിലക്ക് നോക്കുമ്പോൾ റജാഉം ഉണ്ട്. അവിടെ എന്താക്കും? യഖാഫു വയർജു, കണ്ടാ? യഖാഫു വയർജു, അവനിക്കെന്തുണ്ട്? ഖൗഫുണ്ട്, റജാവുണ്ട്. ഫദ്ലുല്ലാഹി തആല, അള്ളാഹിൻ്റെ ഫദ്ലിലേക്ക് ഫീ ഖൽഖിൽ വലദി വദഫ്ഇൽ ആഫാത്തി, എന്തുണ്ട്? കുട്ടിനെ പടക്കുന്ന വിഷയത്തിലും ഗർഭാശയത്തിനെ തൊട്ടിട്ട് ആഫാത്തൊന്നും ഇല്ലാതിരിക്കൽ, അതിന് വാലിൻ ഉമ്മി, ഉമ്മാക്കും ഒരാഫത്തും വരരുത്. ഇലാഞ്ഞത്തിമാത് തികഞ്ഞ് പ്രസവിക്കുന്നത് വരെ ആ വ്യക്തിക്കാണെന്ന് പറയുന്നത് റജാ. ഫഹുവ കയ്യിസുൻ, ഇതാണ് ഏത് പറഞ്ഞത്? കയ്യിസ്.
ഫകദാലിക ഇദാ ആമന വഅമില സ്വാലിഹാത്തി വതറക സയ്യിആത്തി, വിശ്വസിച്ചു സാലിഹായ അമൽ ചെയ്തു സയ്യിആത്തിനെ ഒഴിവാക്കി വബഖിയ മുതറദ്ദിദൻ മിനൽ ഖൗഫി വറജാഇൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു, ഇത് സ്വീകരിക്കപ്പെടേണ്ടായി പോകുമോ എന്നൊരു ഖൗഫുണ്ട് അവിടെ. വലാ യദൂമ അലൈഹി, ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നൊരു പേടിയുണ്ടാകും. വാൻ യഖ്തിമ ലഹു ബിസ്സൂഇ, മോശമായിട്ട് എൻ്റെ ഖാത്തിമത്ത് വന്നേക്കുമോ എന്നൊരു പേടിയുണ്ട്. ഇതാ ഖൗഫിൻ്റെ വകുപ്പ്. വയർജു മിൻ ഫളിലില്ലാഹി തആല യുസബ്ബിതഹു ബിൽ ഖൗലി സാബിത്ത്, ഖൗലു സാബിത്ത് അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് അവൻ അല്ലാഹു തആല ഉറപ്പിച്ചിരിക്കും എന്നുള്ള എന്തുണ്ട് ഒരു ഫളിൽ റജാ ഉണ്ട്. വയഹ്ഫളു ദീനഹു മിൻ സവാഇകി സക്രാത്തിൽ മൗത്ത്, സക്രാത്തിൽ മൗത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കോളിളക്കങ്ങളുണ്ടല്ലോ, ആ അവസരത്തിൽ ഇവരെ ദീനിനെ അല്ലാഹു തആല കാക്കും ഹത്താ യമൂത അല തൗഹീദിൻ്റെ മേൽ തന്നെ മരിക്കാൻ വേണ്ടി എന്നുള്ള റജാവുണ്ട്. വയഹരിസു ഖൽബഹു അനിൽ മൈലി ഇല ശഹവാത്തി ബഖിയത ഉംരിഹി, അവൻ്റെ ശേഷിക്കുന്ന ആയുഷ്കാലത്ത് ഷഹവാത്തിനെ തൊട്ട് അല്ലാഹു തആലൻ്റെ കൽബിനെ കാക്കും എന്നുള്ള പ്രതീക്ഷയുടെ ഹത്താലായ മീലെല്ലാം മാസിലേക്ക് മസീത്തിലേക്ക് ചായാതെ എന്നാ ഫഹുവ കയ്യിസുൻ, അവനും കയ്യിസാണ്. വമാ അദാ ഹൗലായി ഫഹുവൽ മഗ്റൂറൂൻ, ഇതല്ലാത്തത് മഗ്റൂരിങ്ങൾ അവരെ പറ്റി പറയേണ്ടത്. അതുകൊണ്ട് ഫഇൻ അറത ഹിഫ്ളൽ ജവാരിഹി, അംഗങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫഅലൈക ബി തത്ഹീരിൽ ഖൽബി, ഖൽബ് ശുദ്ധിയാക്കൽ ആദ്യം മുറുകെ പിടിച്ചോളുന്നതാണ്. ഫഹുവ തഖ്വൽ ബാത്തിൻ, അതാണ് ബാത്തിനായ തഖ്വ എന്ന്, മറ്റേത് ലാഹിറായ തഖ്വ എന്ന് പറയും. വൽ ഖൽബു ഹുവൽ മുൽഗത്തു അല്ലതി ഇദാ സ്വലഹത് സ്വലഹ ബിഹാ സായിറുൽ ജസദി, അത് ഹദീസിലുണ്ടല്ലോ, ഒരു മുൽഗത്തുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി എന്ന് പറഞ്ഞു. വൈദാ ഫസദത്ത്, അത് ഫസാദായാലോ ഫസദ ബിഹാ സായിറുൽ ജസദ്, എല്ലാം ചീത്തയായി. ഫസ്തഖിൽ ബിസ്ലാഹി ഹി, അതുകൊണ്ട് കൽബിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ലിതുസ്ലിഹ ബിഹി ജവാരിഹക്, നിൻ്റെ ബാക്കി അംഗങ്ങൾ അതുകൊണ്ട് എന്താക്കും നേരെയായി മാറും. അപ്പോൾ കൽബ് ആദ്യം ക്ലിയറാക്കി അല്ലായി. ഇതെന്താ പറയുന്നത്? അൽ ഖൗലു ഫി മആസിൽ ഖൽബ്, കൽബിൻ്റെ മാസിയത്തുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ എല്ലാം മൂപ്പർ എണ്ണൂല. കുറേ മറ്റുള്ള ആൾ ജാമിഉൽ ഉസൂലൊക്കെ 100 ചില്ലാൻ എണ്ണീയിട്ടുണ്ട്, അതിൻ്റെ ഉമ്മഹാത്ത് മാത്രമേ മൂപ്പർ പറയുന്നുള്ളൂ. ഇപ്പം നടപ്പിൽ മിക്കവാറും ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. അതിൽ 3 എണ്ണം. അത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിലാക്കാം. മആസിൽ ഖൽബ്, തങ്ങൾ ചെറിയ